ഹലോ ഫ്രണ്ട്സ്, നെക്സ്റ്റെക്സ് അക്കാദമിയുടെ ന്യൂമറിക്കൽ സ്കിൽസ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഗോൾഡൻ റൂൾസിനെ കുറിച്ചായിരുന്നു. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഈ ക്ലാസ്സിലേക്ക് നേരിട്ട് എത്തിയിട്ടുണ്ട് എങ്കിൽ ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം, അതായത് ട്രൂത്ത് ടേബിൾ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ട്രൂത്ത് ടേബിൾ എന്ന പാർട്ട് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ഏറ്റവും നല്ലത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണ് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അതിന് തൊട്ട് മുമ്പ് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. കൊച്ചിക്കാരൻ കൊച്ചാപ്പ് പറഞ്ഞു, കൊച്ചിക്കാരൊക്കെ കള്ളന്മാരാണ് എന്ന്. കൊച്ചിക്കാരൻ കൊച്ചാപ്പ് പറഞ്ഞു, കൊച്ചിക്കാരൊക്കെ കള്ളന്മാരാണ് എന്ന്. ഈ കൊച്ചാപ്പ് പറഞ്ഞത് സത്യമാണെങ്കിൽ കൊച്ചിക്കാരൊക്കെയും കള്ളന്മാരാണല്ലോ. കൊച്ചിക്കാരൊക്കെ കള്ളന്മാരാണ് എങ്കിൽ ഈ കൊച്ചിക്കാരനായ കൊച്ചാപ്പും കള്ളനാണല്ലോ. കൊച്ചാപ്പു കള്ളനാണെങ്കിൽ പിന്നെ കൊച്ചാപ്പ് പറഞ്ഞതും കള്ളമായിരിക്കുമല്ലോ. അതായത് കൊച്ചാപ്പ് പറഞ്ഞത് കള്ളമാണെങ്കിൽ കൊച്ചിക്കാരൊക്കെ യഥാർത്ഥത്തിൽ കള്ളന്മാരല്ലല്ലോ, അതായത് സത്യസന്ധരാണല്ലോ. കൊച്ചിക്കാർ യഥാർത്ഥത്തിൽ സത്യസന്ധരാണെങ്കിൽ കൊച്ചിക്കാരനായ കൊച്ചാപ്പുവും സത്യസന്ധനാണല്ലോ. അപ്പോ കൊച്ചാപ്പു സത്യസന്ധനാണെങ്കിൽ കൊച്ചാപ്പു പറഞ്ഞതും സത്യമാണല്ലോ. കൊച്ചാപ്പു പറഞ്ഞത് സത്യമാണെങ്കിൽ കൊച്ചിക്കാരൊക്കെ യഥാർത്ഥത്തിൽ കള്ളന്മാരുമാണല്ലോ. അപ്പോ ഒരു സെന്റൻസിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് അനലൈസ് ചെയ്ത് നേരെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള, പരസ്പര വിരുദ്ധമായിട്ടുള്ള മറ്റൊരു ഇൻഫറൻസിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്, അല്ലെ? അപ്പൊ ശരിക്കും കൊച്ചാപ്പ് പറഞ്ഞത് സത്യമാണോ അതോ കള്ളമാണോ? അതിന്റെ യഥാർത്ഥ ഉത്തരം ഞാൻ നിങ്ങൾക്ക് വിടുന്നു. അപ്പോഴേ ഇത് കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം ഉൾക്കൊള്ളിച്ച് തന്നെ, അതായത് ഈ കൊച്ചാപ്പു കൂടെ ഉൾക്കൊള്ളുന്ന കൊച്ചിക്കാരൊക്കെ കള്ളന്മാരാണ് എന്ന സ്റ്റേറ്റ്മെന്റ്, അവിടെയാണ് അതിന്റെ പ്രശ്നം ഇരിക്കുന്നത്. കൊച്ചാപ്പു കൊച്ചിക്കാരനായിരുന്നില്ല എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല. ഓക്കെ, അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ സത്യവും കള്ളവും പരസ്പര വിരുദ്ധമായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ സത്യത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അത് ചിലപ്പോൾ വേർതിരിച്ചറിയാൻ പറ്റില്ല, ചിലപ്പോൾ മുഴുവനായും സത്യമായിരിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രൂത്ത് ടേബിളിൽ ഒന്നുകിൽ പൂർണ്ണമായും ശരി അല്ലെങ്കിൽ പൂർണ്ണമായും തെറ്റ്, ഇങ്ങനെ രണ്ട് അവസ്ഥകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ട്രൂത്ത് ടേബിൾ ആദ്യം ട്രൂത്ത് ടേബിൾ അറിയണമെങ്കിൽ ലോജിക് എന്താണ് എന്നറിയണം. ട്രൂത്ത് ടേബിൾ അറിയണമെങ്കിൽ ആദ്യം ലോജിക് എന്താണ്. ലോജിക് ഇൻവോൾവ്സ് ലേണിംഗ് ഓഫ് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡിസ്റ്റിംഗ്വിഷിംഗ് വാലിഡ് ആർഗ്യുമെന്റ്സ് ഫ്രം ദോസ് ദാറ്റ് ആർ നോട്ട് വാലിഡ്. അതായത് logic involves learning of the principles and the methods employed in distinguishing valid arguments from those that are not valid. എന്താണ് ലോജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേണിംഗ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ്, പ്രിൻസിപ്പിൾസും മെത്തേഡ്സും പഠിക്കുക. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എംപ്ലോയ്ഡ് ഇൻ ഡിസ്റ്റിംഗ്വിഷിംഗ് വാലിഡ് ആർഗ്യുമെന്റ്സ്, വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റിനെ വ്യത്യസ്തമാക്കുന്നത് ഏതിൽ നിന്ന്? ഇൻവാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്
അത് പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസും മെത്തേഡ്സുമാണ് നമ്മുടെ ലോജിക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ആർഗ്യുമെന്റ് വാലിഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ലോജിക് ഉപയോഗിച്ചാണ്. ഏതിനെ ഒഴിവാക്കിക്കൊണ്ട്? ഇൻവാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ ഒഴിവാക്കിക്കൊണ്ട്. ഓക്കെ, അപ്പോ നമ്മള് കോടതിയിൽ വാദങ്ങളും പ്രതിവാദങ്ങളും കണ്ടിട്ടുണ്ടാവും. ശരി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാദങ്ങളും പ്രതിവാദങ്ങളുമാണ് അവിടെ നടക്കുന്നത്, അല്ലേ? അപ്പൊ യഥാർത്ഥ ശരി കണ്ടെത്തണം. ഇവിടെയും നമ്മളെ യഥാർത്ഥ ശരി മാത്രം ഉൾക്കൊള്ളുന്ന ടേബിളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഒരു ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്, ലോജിക് എന്താണെന്ന് മനസ്സിലായി. വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മള് യഥാർത്ഥ സത്യത്തിലേക്ക് എത്തുന്നതിനുള്ള ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസും മെത്തേഡ്സും, അതിനെയാണ് ലോജിക് എന്ന് പറയുന്നത്. എ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഈസ് എ സെന്റൻസ് which is declarative and about which it is possible to say whether it is true or false. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്? ഇറ്റ് ഈസ് പോസിബിൾ ടു സേ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫാൾസ്. നമ്മള് ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റണം? ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് അല്ലെങ്കിൽ ഫാൾസ് ആണ്. Thus, all the sentences or statements are not logical statements. എന്താണ്? എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ലോജിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ല. ഓക്കെ, സം ഓഫ് ദ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്, എക്സാമ്പിൾസ് നമുക്ക് പറയാം. എന്താണ്? ഒന്നാമത്തെ ഒരു എക്സാമ്പിള് ശ്രദ്ധിക്കുക. എ ഈസ് ഹോണസ്റ്റ് ആൻഡ് എ ഈസ് ഹാർഡ് വർക്കിംഗ്. എ എന്ന വ്യക്തി സത്യസന്ധനാണ്, അതുപോലെ തന്നെ ഹാർഡ് വർക്കിങ്ങും ആണ്. ഒന്നുകിൽ എ ഹോണസ്റ്റും ഹാർഡ് വർക്കിങ്ങും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യെസ് എന്ന് പറയാം, അല്ലേ? ഇനി എ ഈസ് ഹോണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ രണ്ടും ആയിരിക്കണം. എ സത്യസന്ധൻ അല്ല എന്ന് കൂട്ടിക്കോ. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? അത് ഫാൾസ് ആണ്. ഓക്കെ, ദെൻ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, 5 ഈസ് ഗ്രേറ്റർ ദാൻ 4. 5 ഈസ് ഗ്രേറ്റർ ദാൻ 4. 5 ഈസ് ഗ്രേറ്റർ ദാൻ 4 എന്നത് ഒന്നുകിൽ ശരിയാവാം അല്ലെങ്കിൽ തെറ്റാവാം. നമുക്കറിയാം 5 ഈസ് ഗ്രേറ്റർ ദാൻ 4 എന്നത് ട്രൂ ആണ്. യെസ് എന്ന് പറയാം, അല്ലെ? ആ സ്റ്റേറ്റ്മെന്റിന് നമുക്ക് ഒരു ട്രൂത്ത് വാല്യൂ ഉണ്ട്. യെസ് എന്ന വാല്യൂ ആണത്. നോ എന്ന വാല്യൂ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോഴേ സം തുക, അല്ലെ? സം ഓഫ് എനി 2 sides ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ തേർഡ് സൈഡ്. അതായത് സം ഓഫ് എനി 2 sides ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ തേർഡ് സൈഡ്. ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു റൂളാണ്. എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളുടെ തുക മൂന്നാമത്തെ സൈഡിന്റെ അളവിനേക്കാൾ കൂടുതൽ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം. അതൊന്നുകിൽ ശരിയായിരിക്കാം അല്ലെങ്കിൽ തെറ്റായിരിക്കാം. നമുക്ക് പരിശോധിച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്, യെസ് അല്ലെങ്കിൽ നോ എന്നത്. അപ്പൊ എല്ലാ സ്റ്റേറ്റ്മെന്റിനും ഒരു ട്രൂ ഓർ ഫാൾസ് വാല്യൂ ഉണ്ട് എങ്കിൽ മാത്രമേ ആ സ്റ്റേറ്റ്മെന്റുകളെ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഫാക്ട്. എല്ലാറ്റിനെയും നമുക്ക് ശരി
അല്ലെങ്കിൽ തെറ്റ്, യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയാൻ പറ്റുമോ? പറയുമോ മക്കളെ? പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാ ചോദ്യങ്ങളെയും യെസ് അല്ലെങ്കിൽ നോ എന്ന മറുപടി കൊണ്ട് നേരിടാൻ പറ്റുമോ? പറ്റും എന്ന് പറയുന്നവരുണ്ടാവാം, പറ്റില്ല എന്ന് പറയുന്നവരുണ്ടാവാം. അപ്പോഴ് ഒരിക്കൽ ഒരു കോടതിയിൽ വെച്ച് ഒരു അഡ്വക്കേറ്റ് ചോദിക്കുമ്പോൾ അവിടെ വാദിഭാഗത്ത് അല്ലെങ്കിൽ പ്രതിഭാഗത്ത് ഉണ്ടായിരുന്ന ആള്, ചോദ്യം ചെയ്യപ്പെടുന്ന ആള് പറഞ്ഞു, ഇങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. എല്ലാ ചോദ്യത്തിനെയും നമുക്ക് യെസ് എന്നോ നോ എന്നോ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജി പറഞ്ഞു, അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്, പറയാൻ പറ്റും. ഏത് ചോദ്യത്തെയും നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതേ എങ്കിൽ അതേ എന്ന്, അല്ലെങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിൽക്കുന്ന വാദി അയാൾ പറഞ്ഞു, സാറിന് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ യെസ് എന്നോ നോ എന്നോ മാത്രം മറുപടി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. തീർച്ചയായും എന്ന് ജഡ്ജി മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഈ വാദി ഭാഗത്തുള്ള ആള്, വാദിക്കുന്ന ആള്, അയാൾ പറഞ്ഞു, ഞാൻ ചോദ്യം ചോദിക്കുകയാണ്, സാർ താങ്കൾ ഇപ്പോഴും താങ്കളുടെ ഭാര്യയെ തല്ലാറുണ്ടോ എന്നാണ് അയാൾ ചോദിച്ച ചോദ്യം. അപ്പൊ ജഡ്ജി കുടുങ്ങി. എന്താണ്? ജഡ്ജിക്ക് പറയാൻ പറ്റുമോ യെസ് എന്ന്? ഇല്ല. കാരണം എന്താ? യെസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭാര്യയെ തല്ലാറുണ്ടോ എന്നതിന് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും തല്ലാറുണ്ട്, മുമ്പും തല്ലാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഇനി നോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതിയാലോ? നോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോഴും ഭാര്യയെ തല്ലാറുണ്ടോ എന്നതിന്റെ ഉത്തരം നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഇപ്പോഴില്ല എന്നാണ് അർത്ഥം. പക്ഷേ മുമ്പ് തല്ലാറുണ്ടായിരുന്നു എന്നൊരർത്ഥം അവിടെയുണ്ട്. ഇദ്ദേഹം ഇതുവരെ ഭാര്യയെ തല്ലിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് യെസ് എന്നോ നോ എന്നോ പറയാൻ പറ്റില്ല. അപ്പോ ഉടൻ അദ്ദേഹം തിരുത്തി. ജഡ്ജി പറഞ്ഞു, സോറി, എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് യെസ് എന്നും നോ എന്നുമുള്ള ഉത്തരം കൊടുക്കാൻ പറ്റില്ല, താങ്കൾ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഇടയിൽ ഒരു കഥ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫോളോയിങ് ആർ നോട്ട് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. അതുകൊണ്ട് താഴെ പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ പറയാം. അതായത് അത് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ല എന്ന്. കാരണം യെസ് എന്നോ നോ എന്നോ അതിനെ നമുക്ക് പ്രതിപാദിക്കാൻ പറ്റില്ല. മേ ഗോഡ് ബ്ലസ് യു, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനെ നമുക്ക് ശരിയെന്നോ തെറ്റോ എന്നോ പറയാൻ പറ്റില്ല. അതുപോലെ ഒരു ചോദ്യം, ഹു ആർ യു? യെസ് എന്നോ നോ എന്നോ അതിന് മറുപടി ലഭിക്കില്ല. ദെൻ വാട്ട് ഡു യു മീൻ? യെസ് എന്ന് പറയാൻ പറ്റുമോ? നോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇൻ ദ സ്റ്റഡി ഓഫ് ലോജിക്, ലെറ്റേഴ്സ് such as P, Q, R, അല്ലെ, സ്മോൾ ലെറ്റർ P, Q, R, ഈ ലോജിക്കൽ സ്റ്റഡിയില് നമ്മൾ ഉപയോഗിക്കുന്ന സിംബൽസ് സ്മോൾ ലെറ്റർ P, Q, R തുടങ്ങിയിട്ടുള്ള സ്മോൾ ലെറ്റർ ആയിട്ടുള്ള സിംബൽ ആണ് എന്നോർത്താൽ മതി. These are used to represent statements. These are used to represent സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയില്ല. സ്റ്റേറ്റ്മെന്റ് P അല്ലെങ്കിൽ Q അല്ലെങ്കിൽ R, ഇങ്ങനെയാണ് തുടർന്നുള്ള എക്സാമ്പിളുകളിൽ നമ്മൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ABC എന്ന് ഉപയോഗിച്ചാലും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് P, Q, R തുടങ്ങിയിട്ടുള്ള സ്മോൾ ലെറ്റർ സിംബൽസ് ആണ്. ഓക്കെ, അടുത്തത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഫോംഡ് ബൈ കമ്പൈനിങ് ടു ഓർ മോർ simple statements
with the logical connectors such as and, or, if, etc. അതുപോലെ തന്നെ നോട്ടും ഉപയോഗിക്കാം. അപ്പോഴ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്സില് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. കമ്പൈനിങ് ടു ഓർ മോർ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ്, രണ്ടോ അതിലധികമോ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ചേരുമ്പോഴാണ് ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം, പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. I am a chartered accountant. I am a chartered accountant and I am a cost accountant. രണ്ട് സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകളാണ്. അപ്പോ I am a chartered accountant എന്നത് ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്, I am a cost accountant എന്നത് മറ്റൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്. അതിനെ എങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് ചേർക്കുക? I am a chartered accountant and a cost accountant. അല്ലെ? I am a chartered accountant and, അല്ലെ, and a cost accountant. It is a compound statement. Okay. അപ്പോൾ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഒന്നിലധികം സിമ്പിൾ സെന്റൻസുകള് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സെന്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിനെയാണ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അടുത്തത് കണക്റ്റീവ്സ് ഓർ ലോജിക്കൽ കണക്റ്റേഴ്സ്. എന്താണ് കണക്റ്റീവ്സ്, എന്താണ് ലോജിക്കൽ കണക്റ്റേഴ്സ്? രണ്ടും സെയിം തന്നെയാണ്, അതിന്റെ രണ്ട് പേരുകളാണ്. സോ ദർ ആർ മെനി വേസ് ഓഫ് കമ്പൈനിങ് സ്റ്റേറ്റ്മെന്റ്സ് P, Q, R, etc. to form a compound statement. To form a compound statement. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് കണക്റ്റീവ്. The words which combine simple statements to form a compound statement are called connectives. അപ്പോൾ ഓർക്കുക, the words which combine simple statements to form a compound statement are called connectives. സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകളെ കണക്ട് ചെയ്ത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകളാക്കാൻ ഉപയോഗിക്കുന്ന ആ കണക്റ്റേഴ്സിനെയാണ് എന്ത് പറയുന്നത്? കണക്റ്റീവ്സ് ഓർ ലോജിക്കൽ കണക്റ്റേഴ്സ്. ദർ ആർ 5 കണക്റ്റീവ്സ് വിച്ച് ആർ യൂസ്ഡ് ഫ്രീക്വന്റ്ലി. നമുക്ക് മെയിൻ ആയിട്ട് 5 കണക്റ്റേഴ്സ് ആണുള്ളത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് 3 അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തത് ആൻഡ്. ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ an arrow mark, ഒരു എന്താ പറയാ, മുകളിലേക്കുള്ള ഒരു വി തലതിരിച്ച് എഴുതിയ ഷേപ്പില് ഉള്ള ഒരു സിമ്പലാണ്, നമുക്കറിയാം. അപ്പൊ ഈ ഒരു സിമ്പലാണ് നമ്മൾ ആൻഡ് എന്നതിന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലോജിക്കൽ കണക്ടർ ആണ് എന്ത്? ഓർ. ലോജിക്കൽ കണക്ടർ ആണ് ഓർ. ഓർ എന്നത് ആൻഡ് എന്ന സിമ്പിള് നേരെ തിരിച്ച് താഴോട്ട് എഴുതുകയാണ്, വി എന്ന ഷേപ്പില്, പക്ഷെ കുറച്ച് താഴോട്ട് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് കൃത്യമായിട്ടും മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ടുള്ള മൂന്നാമത്തതാണ്. മൂന്നാമത്തത് നോട്ട്. നോട്ട്. നോട്ട് എന്നത് ഡിനോട്ട് ചെയ്യുന്നത്, നോട്ട് ഈസ് ഡിനോട്ടഡ് ബൈ, ഇതാണ് ആ സിമ്പല് അല്ലെ. നമ്മൾ മലയാളത്തില് ഗ എന്നെഴുതുന്നത് പോലെയല്ല, അതിന്റെ ചെറിയൊരു എന്താ പറയാ, ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഉള്ള രീതിയിൽ. അപ്പോൾ ഈ രീതിയിലാണ് നോട്ട് എന്നത് എഴുതുന്നത്. ഇനി നാലാമത്തത് ഇംപ്ലൈസ്. ഇംപ്ലൈസ് എന്നതാണ്. ഇംപ്ലൈസ് എന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു സിമ്പിൾ, ഈ ഒരു ആരോ മാർക്ക് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. വൺ സൈഡ് ആരോ മാർക്കാണ്. അപ്പോ മീനിങ് നമ്മൾ വായിക്കേണ്ടത് ഇംപ്ലൈസ് എന്നാണ്. ഇപ്പം എ
ഇംപ്ലൈസ് ബി എന്ന് എഴുതണമെങ്കിൽ എ എന്ന് എഴുതിയിട്ട് ഈ ഒരു ആരോ മാർക്ക് ഉപയോഗിക്കും, ദെൻ ബി എന്ന് എഴുതും. അതുപോലെ തന്നെ എ ദെൻ ബി എന്നും അതിനെ വായിക്കാം. ഓക്കെ, എ ഇംപ്ലൈസ് ബി എന്നും വായിക്കാം, എ ദെൻ ബി എന്നും വായിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ലാസ്റ്റ് വൺ, അഞ്ചാമത്തത് ഈഫ് ആൻഡ് ഓൺലി ഈഫ്. ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്നാണ്, ഒരുമിച്ചാണ് പറയേണ്ടത്. ഈഫ് ആൻഡ് ഓൺലി ഈഫ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ടു സൈഡഡ് എറോ. അല്ലെ, രണ്ട് വശവും എറോ മാർക്കുള്ള സിമ്പിൾ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ആൻഡ്, ഓർ, നോട്ട്, ഇംപ്ലൈസ്, ഈഫ്. ഇങ്ങനെ 5 ലോജിക്കൽ കണക്റ്റീവ്സ് ആണ് നമുക്കുള്ളത്. അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് 3 എണ്ണമാണ് എന്ന് പറഞ്ഞു. നോക്കാം. ദ കണക്റ്റീവ് ആൻഡ് ഈസ് ഓൾസോ കോൾഡ് എ കൺജങ്ഷൻ. ആൻഡ് എന്ന സിമ്പലിന് കൺജങ്ഷൻ എന്നും, അതുപോലെ ഓർ എന്ന സിമ്പലിനെ ഡിസ്ജങ്ഷൻ എന്നും, അതുപോലെ തന്നെ നോട്ട് എന്ന സിമ്പലിനെ നെഗേഷൻ, അത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, നെഗേഷൻ എന്നും പറയുന്നു. ഓർക്കുക, ആൻഡ് കൺജങ്ഷൻ ഒരുമിച്ച് ചേരുന്ന ജംഗ്ഷൻ ആണല്ലോ അല്ലെ. ആൻഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ചേരുന്ന ജംഗ്ഷൻ, കൺജങ്ഷൻ. ഇനി ഓർ എന്നത് ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്, അവിടുന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഡിസ്ജങ്ഷൻ ആണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമ്മളെ വിഭജിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസ്ജങ്ഷൻ ആണ്. ദ കണക്റ്റീവ്സ് നോട്ട് എന്താണ്? നെഗേഷൻ ആണ്, നിഷേധിക്കുക, അതല്ല എന്ന് പറയുകയാണ്. എസ് കോംപ്ലിമെന്റ് എന്നൊക്കെ പറയുന്നത് പോലെ നോട്ട് എ എന്നാണ് പറയുക അല്ലെ. ഓക്കെ, ദെൻ നോക്കാം. നെഗേഷൻ എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിള്, നോട്ട് എന്നുള്ളതിന്റെ എക്സാമ്പിള്, ഇഫ് പി ഡിനോട്ട്സ് ഐ ആം എ കോസ്റ്റ് അക്കൗണ്ടന്റ്. ഓക്കെ, പി എന്നതുകൊണ്ട് ഐ ആം എ കോസ്റ്റ് അക്കൗണ്ടന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ then P not denotes I am not a cost accountant. P എന്നത് I am a cost accountant എന്നാണെങ്കിൽ P not എന്നത്, അതായത് നെഗേഷൻ ഓഫ് P എന്നത് I am not a cost accountant എന്നാണ്. ക്ലിയർ ആണല്ലോ. ഇനി കൺജങ്ഷന്റെ എക്സാമ്പിൾ ആണ് അടുത്തത് പറയുന്നത്. If P denotes I shall buy a scooter. P എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഞാനൊരു സ്കൂട്ടർ വാങ്ങും. ആൻഡ് Q denotes എന്താണ്? I shall buy a TV. P എന്നത് ഞാനൊരു സ്കൂട്ടർ വാങ്ങും, Q എന്നത് ഞാനൊരു TV വാങ്ങും. Then P and Q എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? I shall buy a scooter and TV. ഞാനൊരു സ്കൂട്ടറും ടിവിയും വാങ്ങും. ആൻഡ് ഉപയോഗിച്ചല്ലോ. Then ഡിസ്ജങ്ഷൻ എന്താണ്? ഓറാണ് അല്ലെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഡിസ്ജങ്ഷൻ. If P denotes ഇപ്പൊ പറഞ്ഞ അതേ എക്സാമ്പിളില് I shall buy a scooter എന്നതാണ് P എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് Q എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? I shall buy a TV. Then P or Q ഏതെങ്കിലും ഒന്നേ വാങ്ങുള്ളൂ അല്ലേ. അപ്പോഴെന്താണ്? I shall buy a scooter or TV. ഞാൻ ഒന്നുകിൽ ഒരു സ്കൂട്ടർ വാങ്ങും അല്ലെങ്കിൽ ഒരു ടി വി വാങ്ങും. വിച്ച് മീൻസ് I shall buy at least one of scooter and TV. I shall buy at least one. ഏറ്റവും കുറഞ്ഞത് ഒന്ന് വാങ്ങും, മിനിമം ഒന്നുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലേ ഓർ എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പൊ ഈ 3 കാര്യങ്ങള് ക്ലിയർ ആണല്ലോ. അപ്പോൾ നോക്കുക, ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് P and Q ഈസ് ട്രൂ if and only if both P and Q are true. അതായത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിൽ ആൻഡ് ഉപയോഗിച്ചിട്ടുള്ളത് P and Q
അത് ട്രൂ ആവണമെങ്കിൽ ആൻഡ് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് ട്രൂ ആവുകയുള്ളൂ. ഞാൻ സ്കൂട്ടറും ടിവിയും വാങ്ങും എന്ന് പറയുമ്പോ ഒന്ന് മാത്രം വാങ്ങിയാൽ അത് ട്രൂ ആവോ? ഇല്ല. അതായത് എന്ത് വേണം? ട്രൂ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് പി ആൻഡ് ക്യു ആർ ട്രൂ. രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ആവുകയുള്ളൂ. ഇഫ് പി ഈസ് ഫാൾസ് ഓർ ക്യു ഈസ് ഫാൾസ് ഓർ ബോത്ത് പി ആൻഡ് ക്യു ആർ ഫാൾസ്, ഒന്നുകില് പി തെറ്റായി പോയി, അല്ലെങ്കിൽ ക്യൂ തെറ്റായി പോയി, അല്ലെങ്കിൽ പിയും ക്യൂവും തെറ്റാണ്. അയാള് ഒന്നുകില് സ്കൂട്ടർ വാങ്ങുന്നില്ല, അല്ലെങ്കിൽ ടി വി വാങ്ങുന്നില്ല, അല്ലെങ്കിൽ രണ്ടും വാങ്ങുന്നില്ല. അങ്ങനെയാണെങ്കിൽ പി ആൻഡ് ക്യൂ ഈസ് ഫാൾസ് ആൻഡ് കൺവേഴ്സ്ലി ഓൾസോ, അല്ലെ? നേരെ മറിച്ചും. ഓക്കെ, ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് പി ഓർ ക്യൂ, പി ഓർ ക്യൂ ഈസ് ഫാൾസ്. പി ഓർ ക്യൂ എപ്പോഴാണ് ഫാൾസ് ആവുക? എപ്പോഴാണ് ഫാൾസ് ആവുക? രണ്ടും അയാള് വാങ്ങിയാലും ശരിയാണ്. അതേസമയം ഒന്നും വാങ്ങുന്നില്ല എങ്കിലോ അത് ഫാൾസ് ആവും. നോക്കുക, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബോത്ത് പി ആൻഡ് ക്യൂ ആർ ഫാൾസ്, രണ്ടും ഫാൾസ് ആണ് എങ്കിൽ മാത്രമേ പി ഓർ ക്യൂ ഫാൾസ് ആവുകയുള്ളൂ. കാരണം അയാള് സ്കൂട്ടർ വാങ്ങും, അല്ലെങ്കിൽ ഏത് വാങ്ങും? ടി വി വാങ്ങും. സ്കൂട്ടറും വാങ്ങുന്നില്ല, ടി വിയും വാങ്ങുന്നില്ല. അപ്പോഴാ സെന്റൻസ് തെറ്റല്ലേ? ആണ്. സോ ഇഫ് പി ഈസ് ട്രൂ ഓർ ക്യൂ ഈസ് ട്രൂ, ഏതെങ്കിലും ഒന്ന് വാങ്ങിയാലോ, അല്ല രണ്ടും വാങ്ങിയാലോ, എന്നാലും അയാൾ പറഞ്ഞ സെന്റൻസ് ശരിയാണ്. ഏതെങ്കിലും ഒന്ന് വാങ്ങും എന്ന് പറഞ്ഞത് ശരിയാണ്, രണ്ടും വാങ്ങിയാലും തെറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് if P is true or Q is true or both P and Q are true, then P or Q is true and vice versa, അല്ലെ? ഓപ്പോസിറ്റും ആയിരിക്കും, and conversely too. Okay, then മൂന്നാമത്തെ കാര്യം, the statement നെഗേഷന്റെ കാര്യം എന്താണ് പറയുന്നത് നോക്കാം. P not അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് P is true when P is false. Negation of P is true when P is false. P തെറ്റാവുമ്പോൾ മാത്രമാണ് negation of P true ആവുന്നത്. And negation of P അല്ലെങ്കിൽ P not is false when P is true. P അല്ല എന്നാണ് പറയുന്നത്, അല്ലെ? അതെപ്പോഴാണ് തെറ്റാവുന്നത്? P ആണ് എന്ന് പറയുമ്പോൾ, P ശരിയാണ് എന്ന് പറയുമ്പോൾ, P true ആവുമ്പോ P not തെറ്റായിരിക്കും. പി നോട്ട് ശരിയായിരിക്കുമ്പോ ശരിയാണ് എപ്പോഴ്? പി തെറ്റായിരിക്കുമ്പോൾ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ന് ഓർത്താൽ മതി. Then next is truth values. If a statement is true, we say its truth value is T. ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ട്രൂത്ത് വാല്യൂ ടി ആണ് എന്ന് നമ്മൾ എഴുതും ആ കോളത്തിൽ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഫാൾസ്, ഫാൾസ് ആണെങ്കിലോ നമ്മൾ എന്ത് എഴുതും? എഫ് എന്ന് എഴുതും. അതായത് ട്രൂത്ത് വാല്യൂ നമ്മൾ രണ്ട് സിമ്പൽ ഉപയോഗിച്ചാണ് എഴുതാറ്. ട്രൂ ആണെങ്കിൽ ടി എന്ന് എഴുതും, ഫാൾസ് ആണെങ്കിൽ എഫ് എന്ന് എഴുതും. ഇത് രണ്ടും ക്യാപിറ്റൽ ലെറ്റർ ടിയും എഫും ആണ് ഉപയോഗിക്കുന്നത്. ഇനി ട്രൂത്ത് ടേബിൾസ്. A table that gives truth value of a compound statement is called a truth table. ഓർക്കുക, ഈ സെന്റൻസ് പഠിച്ചു വെക്കണം. A table that gives truth value of a compound statement is called a truth table. ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന, അതിന്റെ ട്രൂത്ത് വാല്യൂവിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടേബിളിനെയാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റോസ് ആൻഡ് കോളംസ്. ടേബിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം റോയും കോളവും ഉണ്ടായിരിക്കും. ഇൻ ദ ഇനീഷ്യൽ കോളംസ് വി റൈറ്റ് ദ പോസിബിൾ ട്രൂത്ത് വാല്യൂസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് സ്റ്റേറ്റ്മെന്റ്സ്. And in the last column, കോളത്തിൽ എന്തായിരിക്കും? The truth value of the compound statement is written.
നമുക്ക് ആദ്യം തന്നെ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കം നമ്മൾ എഴുതി വെക്കും. ഏതൊക്കെ ശരി ഏതൊക്കെ തെറ്റ് എന്നുള്ള സാധ്യതകൾ നമ്മൾ എഴുതി വെക്കും. പിന്നീട് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ആ സ്റ്റേറ്റ്മെന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതിന്റെ താഴെ സംഭവിക്കാൻ സാധ്യതയുള്ള ട്രൂത്ത് വാല്യൂസ് ഏതൊക്കെയാണ് എന്നും എഴുതി വെക്കും. So if the compound statement is made up of two simple statements മാത്രമേ ഉള്ളൂ എങ്കിൽ then number of rows will be 2 square, അതായത് 2 raised to n. n എന്നത് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞതാണ്. 2 raised to n ആയിരിക്കും നമ്മുടെ മാക്സിമം പോസിബിൾ ഔട്ട്കം എന്ന്. എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ അതിനനുസരിച്ച് ഈ റോസ് കൂടി കൂടി വരും. ഇപ്പൊ ഉദാഹരണത്തിന് 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ 8 ഔട്ട്കം ഉണ്ടാവും, 2 raised to 3. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ 16 എണ്ണം ഉണ്ടാവും, 2 raised to 4. ഓക്കെ, അത് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഇത് നമ്മുടെ ഗോൾഡൻ റൂൾസ് ഓഫ് കൺസ്ട്രക്ടിങ് ട്രൂത്ത് ടേബിൾ ആണ്. നെഗേഷൻ വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ട്രൂത്ത് വാല്യൂസ് എഴുതുന്നത്, അതുപോലെ തന്നെ കൺജങ്ഷൻ ആൻഡ് വരുന്ന സമയത്ത് ട്രൂത്ത് വാല്യൂസ് എങ്ങനെയാണ് എഴുതുന്നത്, ഡിസ്ജങ്ഷൻ ഓർ വരുന്ന സമയത്ത് ട്രൂത്ത് വാല്യൂസ് എഴുതുന്നത്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അതായത് ഇംപ്ലൈസ് എന്നുള്ള കാര്യങ്ങൾ വരുമ്പോൾ ട്രൂത്ത് വാല്യൂ എഴുതുന്ന രീതി, ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ വരുന്ന കേസിൽ ഉള്ള സ്റ്റേറ്റ്മെന്റുകളുടെ ട്രൂത്ത് വാല്യൂ എഴുതുന്ന രീതി. ഇനി എക്സ്ക്ലൂസീവ് ഓർ, ഇത് ലാസ്റ്റ് വൺ ആണ്. എക്സ്ക്ലൂസീവ് ഓർ വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് അതിന്റെ ട്രൂത്ത് വാല്യൂ കണ്ടുപിടിച്ച് എഴുതുന്ന രീതി. ഇതാണ് 6 ഗോൾഡൻ റൂൾസ് ഓഫ് കൺസ്ട്രക്ടിങ് ട്രൂത്ത് ടേബിൾ. ഇനി എല്ലാ ആൻസറും അവസാനം ട്രൂ ആണ് എങ്കിൽ നമ്മൾ അതിന് ടോട്ടോളജി സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. എല്ലാ ആൻസറും ഫാൾസ് ആണ് അവസാനത്തെ കോളത്തിൽ വരുന്നത് എങ്കിൽ നമ്മൾ അതിനെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കോൺട്രാഡിക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. ഇനി ഇഫ് കോമ്പിനേഷൻ ഓഫ് ട്രൂ ആൻഡ് ഫോൾസ് ആണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എങ്കിൽ നമ്മൾ അതിനെ കണ്ടിൻജൻസി സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയും. ഓക്കെ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പൂർണ്ണമായും ഡിസ്കസ് ചെയ്തതാണ്. ഇത് പഠിച്ചാൽ മാത്രമേ ട്രൂത്ത് ടേബിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ക്ലാസ് തൊട്ടു മുമ്പത്തെ ക്ലാസ് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തീർച്ചയായും അത് കണ്ടതിന് ശേഷം മാത്രമേ തുടർന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൂ. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കാണുക, അതിനുശേഷം മാത്രം തുടർന്ന് കാണുക. ഓക്കെ, ഇനി ഒന്നാമത്തെ എക്സാമ്പിള് നോക്കാം. ട്രൂത്ത് ടേബിളിന്റെ ഒന്നാമത്തെ എക്സാമ്പിൾ. ലെറ്റ് P is a statement. P is a statement. Construct the truth table for negation of P. P negation അല്ലെങ്കിൽ P not. നോക്കാം. We know that P not is true when P is false and P not is false when P is true. ഇത് ഇങ്ങനെ കേൾക്കുമ്പോ എന്തോ അത്ഭുതം പോലെ തോന്നും, പക്ഷെ ഒന്നുമില്ല, സിമ്പിൾ ആണ്. പി എന്നതിന്റെ നമ്മൾ ആദ്യം പി എന്ന സ്റ്റേറ്റ്മെന്റ് എടുത്തെഴുതുന്നു. നമുക്കറിയാം ഒറ്റൊരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. അതുകൊണ്ട് 2 raised to 1 ആണ് നമ്മുടെ ടോട്ടൽ ഔട്ട്കം ഉണ്ടാവുക. അതായത് 2 ഔട്ട്കം ആണ് ഉണ്ടാവുക. പി എന്ന സ്റ്റേറ്റ്മെന്റിന് 2 ഔട്ട്കം ആണുള്ളത്. ഒന്നുകിൽ പി ട്രൂ ആണ് അല്ലെങ്കിൽ പി ഫാൾസ് ആണ്. ഒന്നുകിൽ പി ട്രൂ ആണ് അല്ലെങ്കിൽ പി ഫാൾസ് ആണ്. 2 സാധ്യതയാണുള്ളത്. ആ 2 സാധ്യതകൾ നമ്മൾ ആദ്യം എടുത്തെഴുതുന്നു. ഇനി പി നോട്ട്, നമ്മൾ ഗോൾഡൻ റൂള് പഠിച്ചിട്ടുണ്ട്, അത് ഓർക്കണം. നെഗറ്റീവ് എന്താണ്?
നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. പി ട്രൂ ആണെങ്കിൽ പി നോട്ട് എന്നത് ഫാൾസ് ആയിരിക്കും. ഇനി പി ഫാൾസ് ആണ് എങ്കിൽ പി നോട്ട് എന്നത് ട്രൂ ആയിരിക്കും. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് പി എന്ന് മാത്രം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം, എങ്ങനെയാണ് അത് നോട്ട് ഓപ്പോസിറ്റ് ആവുക എന്നൊക്കെ. ഉദാഹരണത്തിന് പി എന്ന സ്റ്റേറ്റ്മെന്റിന് പകരം നമ്മൾ ഐ ലൈക്ക് യു എന്നാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് കരുതുക. ഐ ലൈക്ക് യു എന്നത് ഒന്നുകിൽ ശരിയായിരിക്കും അല്ലെ, അല്ലെങ്കിൽ തെറ്റായിരിക്കും. എനിക്ക് താങ്കളെ ഇഷ്ടമാണ് എന്നത് ഒന്നുകിൽ ശരിയായിരിക്കും അല്ലെങ്കിൽ തെറ്റായിരിക്കും. ആ രണ്ട് സാധ്യതകൾ നമ്മൾ എഴുതി വെച്ചു. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? പി നോട്ട് എന്ന് പറഞ്ഞാൽ. പി നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഐ ഡോണ്ട് ലൈക്ക് യു എന്നാണല്ലോ. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. അപ്പോ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് ശരിയാണ് എങ്കിൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളത് തെറ്റായിരിക്കുമല്ലോ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത് ഫാൾസ് എന്ന്. ഐ ഡോണ്ട് ലൈക്ക് യു എന്നത് ഇത് ശരിയാണെങ്കിൽ ഇത് തെറ്റായിരിക്കും. അപ്പോ ഇത് തെറ്റാണ് എന്നതാണ് അവിടുത്തെ യഥാർത്ഥ ശരി. ഓക്കെ, ദെൻ ഐ ലൈക്ക് യു എന്നത് ഫാൾസ് ആണെങ്കിലോ ഐ ഡോണ്ട് ലൈക്ക് യു എന്നത് ട്രൂ ആയിരിക്കും. ഓക്കെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത് തെറ്റാണ് എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന അർത്ഥം. അതാണ് ശരി. ഓക്കെ, അതായത് ഐ ഡോണ്ട് ലൈക്ക് യു എന്നതാണ് ശരി. ഇപ്പോ ക്ലിയർ ആയല്ലോ. ഓക്കെ, ദെൻ അടുത്തൊരു എക്സാമ്പിൾ, രണ്ടാമത്തെ എക്സാമ്പിൾ എന്താണ്? കൺസ്ട്രക്ട് ദ ടേബിൾ, ട്രൂത്ത് ടേബിൾ ടു ഷോ ദാറ്റ് പി നോട്ട് നെഗേഷൻ, അതായത് നെഗേഷൻ ഓഫ് പി നോട്ട്, നെഗേഷൻ ഓഫ് പി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രണ്ട് നെഗറ്റീവും ഒരു സെന്റൻസിൽ പറയുകയാണ്. രണ്ട് നെഗറ്റീവ് ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്. പി അത് ഈക്വൽ ടു പി എന്ന് ആണ് പറയുന്നത്. നെഗേഷൻ ഓഫ് പി നോട്ട് ഈക്വൽ ടു പി എന്നാണ്. അതെങ്ങനെയാണ് ശരിയാവുക എന്ന് പ്രൂവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പി ആണ് നമുക്കറിയുന്നത്. പി എന്നതിന് ഇതിന് ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം പി യുടെ സാധ്യതകൾ എഴുതുന്നു. പി എന്താണ്? പി ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നുകിൽ ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവാം അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആവാം. അതാണ് പോസിബിൾ ഔട്ട്കം. ഒറ്റൊരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ എന്നതുകൊണ്ട് രണ്ട് ഔട്ട്കമേ ഉണ്ടാവുകയുള്ളൂ. ഇനി അടുത്തത് എന്താണ്? പി നോട്ട് അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് പി. അത് നമുക്കറിയാം എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. പി എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പി നോട്ട്. അപ്പോ ട്രൂ എന്നതിന്റെ ഓപ്പോസിറ്റ് ഫാൾസ് എന്ന് എഴുതി, ഫാൾസ് എന്നതിന്റെ ഓപ്പോസിറ്റ് ട്രൂ എന്ന് എഴുതി. ഇനി ഇതിന്റെയും ഓപ്പോസിറ്റ് ആണ് അടുത്തത് വരുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാല് ഇവിടെ ഫാൾസ് ആണെങ്കിൽ അടുത്തതിൽ ട്രൂ ആയിരിക്കുമല്ലോ, ഇവിടെ ട്രൂ ആണെങ്കിൽ അടുത്തതിൽ ഫാൾസ് ആയിരിക്കുമല്ലോ. ഇത് ആക്ച്വലി നമ്മുടെ ആദ്യം എഴുതിയ പി തന്നെയല്ലേ. ഓപ്പോസിറ്റിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യഥാർത്ഥത്തിലുള്ളത് തന്നെയായിരിക്കും. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ നോക്കുമ്പോ കുറച്ചും കൂടി വ്യക്തമാവും. അപ്പോഴ് നെഗേഷൻ ഓഫ് പി നോട്ട് ഈക്വൽ ടു പി എന്നിവിടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതിനെ നമുക്കൊരു എക്സാമ്പിളിലൂടെ പ്രൂവ് ചെയ്യാം. ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെ. ഐ ലൈക്ക് യു ട്രൂ, ഐ ഡോണ്ട് ലൈക്ക് യു ഫാൾസ്. ഐ ഡോണ്ട് ഡിസ്ലൈക്ക് യു അല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് യു. അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് യു. അത് ശരിയാണല്ലോ, ശരിയാണ്. ഐ ഡോണ്ട് ലൈക്ക് യു എന്നത് ശരിയല്ല. അതായത് ഐ ലൈക്ക് യു എന്നുള്ളതാണ് ശരി എന്നാണ് ഇതിന്റെ അർത്ഥം. ഐ ഡോണ്ട് ഡിസ്ലൈക്ക് യു എന്നും പറയാം. മീൻസ് ഐ ലൈക്ക് യു. രണ്ട് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആകും എന്ന് നമ്മൾ പറയാറില്ലേ. ഇതാ ഇവിടെ രണ്ട് നെഗറ്റീവ്. ആദ്യത്തെ നെഗറ്റീവിനെ നിഷേധിച്ചുകൊണ്ട് രണ്ടാമത്തെ നെഗറ്റീവ് വന്നു. അപ്പോഴ് ആദ്യത്തേത് തന്നെയാണ് ശരി എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ എത്തുന്നു. അപ്പോ ഫാൾസ്
പി ഐ ലൈക്ക് യു എന്നത് ഫാൾസ്, ഐ ഡോണ്ട് ലൈക്ക് യു എന്നത് ട്രൂ, ഐ ഡോണ്ട് ഡിസ്ലൈക്ക് യു എന്നത് ഫാൾസ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ, construct the truth table for the compound statement P and Q. P and Q ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്കറിയാവുന്നതാണ്. കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വന്നു. ഏതൊക്കെ? P and Q. അപ്പൊ ആദ്യം P എന്ന സ്റ്റേറ്റ്മെന്റ്, പിന്നെ Q എന്ന സ്റ്റേറ്റ്മെന്റ്, അടുത്തത് P and Q എന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പൊ P എന്ന സ്റ്റേറ്റ്മെന്റിന് ഇവിടെ എത്ര ഔട്ട്കം ഉണ്ടാവും? 4 ഔട്ട്കം ഉണ്ടാവും. എന്തുകൊണ്ടാണ്? മൊത്തത്തിൽ ഇവിടെ എത്ര സ്റ്റേറ്റ്മെന്റുകളുണ്ട്? 2 സ്റ്റേറ്റ്മെന്റുകളുണ്ട്, പിയും ക്യൂവും. ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ ഉള്ളതിനാൽ അതിന്റെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് പിന്നീട് എഴുതിയത്. ഈ 2 സിമ്പിൾ സ്റ്റേറ്റ്മെന്റുകൾ ഉള്ളതിനാൽ 2⁻², അതായത് 4 ഔട്ട്കം ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഈ ലാസ്റ്റ്, അതായത് ഈ രണ്ടാമത്തെ കോളം പിയും ക്യൂവും, ഇതിന്റെ രണ്ടാമത്തെ കോളമാണ് ആദ്യം ഫില്ല് ചെയ്യുന്നത്. അത് മുഴുവൻ എഴുതുന്നത് ട്രൂ ഫാൾസ് എന്ന ഓർഡറിലാണ്. ഇനി അതിന്റെ ശേഷമുള്ള അടുത്ത കോളം, അതായത് ഇവിടെയുള്ള കാണുന്ന ഫസ്റ്റ് കോളം, ഇത് എഴുതുന്നത് അതിന്റെ നേരെ ഡബിൾ, ഒന്നാമത്തെ നേരെ ഇരട്ടി, അതായത് 2 ട്രൂ 2 ഫാൾസ്, 2 ട്രൂ 2 ഫാൾസ്. ഈ രീതിയിലാണ് അടുത്ത കോളം. ഇനി മറ്റൊരു, അതായത് മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ എഴുതുന്ന കോളത്തില് ഇതിന്റെ ഈ ട്രൂവിന്റെ നേരെ ഡബിൾ ആണ് ആവുക. അതായത് 2 ട്രൂ ആണല്ലോ ഇവിടെ ഉള്ളത്, അടുത്തതില് 4 ട്രൂ 4 ഫാൾസ് എന്നാണ് വരിക. ഇനി വേറൊന്നും കൂടിയുണ്ട്, 4 സെന്റൻസും കൂടിയുണ്ട്. 4 സെന്റൻസ് ആണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത് എങ്കിൽ എത്രയാണ് വരിക? ഇപ്പം 2ന്റെ ഡബിൾ 4, 4ന്റെ ഡബിൾ 8, 8 ട്രൂ 8 ഫാൾസ്. ഇതാണ് അതിന്റെ ഓർഡർ. അത് നമ്മൾ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ഇങ്ങനെ എഴുതി. ഇനി P and Q ആണ് നമ്മൾ പഠിക്കുന്നത്. P and Q, പിയും ട്രൂ ആണ്, ക്യൂവും ട്രൂ ആണ്. അപ്പൊ P and Q ട്രൂ ആണല്ലോ. P ട്രൂ ആണ്, എന്നാൽ Q എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോ P and Q ട്രൂ ആവുമോ? ഇല്ല, ഫാൾസ് ആണ്. ഇനി P ഫാൾസ് ആണ്, Q ട്രൂ ആണ്. അപ്പൊ P and Q ട്രൂ ആവുമോ? ഇല്ല, അത് ഫാൾസ് ആണ്. കാരണം ഏതെങ്കിലും ഒന്ന് ഫാൾസ് ആയാല് ഫാൾസ് ആണ്. ഇനി പിയും ഫാൾസ് ആണ്, ക്യൂവും ഫാൾസ് ആണ്. പിന്നെ എപ്പോഴെങ്കിലും P and Q ട്രൂ ആവുമോ? ഇല്ല, അത് ഫാൾസ് ആണ്. അതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഐ ലൈക്ക് മമ്മൂട്ടി എന്നതാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. ഐ ലൈക്ക് മോഹൻലാൽ എന്നതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോ P and Q എന്നത് എന്തായിരിക്കും? ഐ ലൈക്ക് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ. അപ്പോ ഇതിന്റെ പോസിബിൾ ഔട്ട്കം നമ്മൾ എഴുതി ട്രൂ ഫാൾസ്. അതിൽ രണ്ടാമത്തെ എഴുതി ട്രൂ ഫാൾസ്. അതായത് 2 ട്രൂവും 2 ഫാൾസും എഴുതി. ഇവിടെ 1 ട്രൂ 1 ഫാൾസ്, 1 ട്രൂ 1 ഫാൾസ്, അങ്ങനെ. ഇനി നോക്കാം അതിന്റെ P and Q ട്രൂത്ത് വാല്യൂ. അവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഐ ലൈക്ക് മമ്മൂട്ടി എന്നത് ട്രൂ ആണ്, ഐ ലൈക്ക് മോഹൻലാൽ എന്നതും ട്രൂ ആണ്. എനിക്ക് മമ്മൂട്ടിയെ ഇഷ്ടമാണ്, ശരിയാണ്. എനിക്ക് മോഹൻലാലിനെ ഇഷ്ടമാണ്, അതും ശരിയാണ്. അപ്പോ ഐ ലൈക്ക് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ എന്നുള്ള സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ശരിയാണല്ലോ, ട്രൂ ആണ്. ഇനി ഐ ലൈക്ക് മമ്മൂട്ടി എന്നുള്ളത് ശരിയാണ്, ഐ ലൈക്ക് മോഹൻലാൽ എന്നുള്ളത് തെറ്റാണ്. എനിക്ക് യഥാർത്ഥത്തിൽ മോഹൻലാലിനെ ഇഷ്ടമല്ല. അപ്പോ ഐ ലൈക്ക് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ എന്നുള്ളത് ശരിയാവുമോ? അതാവില്ല, അത് ഫാൾസ് ആണ്. കാരണം ഒന്നിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ട്രൂ. ഇനി ഐ ലൈക്ക് മമ്മൂട്ടി എന്നുള്ളത് ഫാൾസ്, ഐ ലൈക്ക് മോഹൻലാൽ എന്നുള്ളത് ട്രൂ. മമ്മൂട്ടിയെ ഇഷ്ടമല്ല, മോഹൻലാലിനെ ഇഷ്ടമാണ്. അപ്പൊ ഐ ലൈക്ക് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ എന്നുള്ളത് ഫാൾസ് ആണ്. ഇനി ഇവിടെ ഐ ലൈക്ക് മമ്മൂട്ടി എന്നുള്ളതും ഫാൾസ് ആണ്, ഐ ലൈക്ക് മോഹൻലാൽ എന്നുള്ളതും ഫാൾസ് ആണ്. കാരണം എനിക്ക് രണ്ടുപേരെയും ഇഷ്ടമല്ല. അപ്പൊ ഐ ലൈക്ക് മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ എന്നുള്ളത് തീർത്തും തെറ്റാണ്, ഫാൾസ് ആണ്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. അപ്പോ അടുത്ത ഒരു എക്സാമ്പിളിലേക്ക് പോകാം.
കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഫോർ ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് പി ഓർ ക്യൂ, അല്ലെ? വി എന്ന് കുറച്ച് താഴ്ത്തിയിട്ടാണ് എഴുതേണ്ടത്, പി ഓർ ക്യൂ. അപ്പോ ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? പി എഴുതുന്നു, പിന്നെ ക്യൂ എഴുതുന്നു, പിന്നെ പി ഓർ ക്യൂ എന്ന കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. അപ്പൊ ക്യൂവിന്റെ ട്രൂത്ത് വാല്യൂ നമുക്കറിയാം. എഴുതേണ്ട രീതി എങ്ങനെയാണ്? ഒരു ട്രൂ ഒരു ഫോൾസ്, ഒരു ട്രൂ ഒരു ഫോൾസ്. അടുത്ത പി എന്നത് എഴുതേണ്ടത് 2 ട്രൂ 2 ഫോൾസ്. ഇതാണ് അതിന്റെ ഓർഡർ. എഴുതിയല്ലോ. അപ്പൊ എഴുതി കഴിഞ്ഞാല് പി ഓർ ക്യൂ ഇതിന്റെ ട്രൂത്ത് വാല്യൂ പി ട്രൂ ആണ്, ക്യൂ ട്രൂ ആണ്. അപ്പോ ഒന്നുകിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി പി ഓർ ക്യൂ എന്നുള്ളതിന്. അപ്പോൾ ട്രൂ ആണ്, പി ഓർ ക്യൂ എന്നുള്ളത് ട്രൂ ആണ്. പി എന്നത് ട്രൂ ആണ്, ഫാൾസ് ക്യൂ എന്നത് ഫാൾസും ആണ്. ഏതെങ്കിലും ഒന്ന് ട്രൂ ആണല്ലോ, അതുകൊണ്ട് ഈ പി ഓർ ക്യൂ എന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ഇനി ഇവിടെയോ പി ഫാൾസ് ആണ്, ക്യൂ ട്രൂ ആണ്. ഒന്ന് ട്രൂ ആണല്ലോ, അപ്പോൾ ഇത് ട്രൂ ആണ്. പി ഫാൾസ് ആണ്, ക്യൂ ഫാൾസ് ആണ്, രണ്ടും ഫാൾസ് ആണ്. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുമോ? ഇല്ല. ഏതെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് വൺ ട്രൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോൾ ഇത് ഫാൾസ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. ഐ വിൽ ബൈ എ കാർ. ഞാനൊരു കാർ വാങ്ങും എന്നതാണ് പി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ബൈ എ ബൈക്ക് എന്നതാണ് ക്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ വിൽ ബൈ എ കാർ ഓർ എ ബൈക്ക്. ഇവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റില് ചെറിയൊരു ഫാൾട്ട് ഉണ്ട്. അതായത് പി ആൻഡ് ക്യൂ എന്നാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ? ആക്ച്വലി വേണ്ടത് എന്താണ്? പി ഓർ ക്യൂ എന്നാണ് എഴുതേണ്ടത്. അത് പി ഓർ ക്യൂ എന്നാണ് എഴുതേണ്ടിയിരുന്നത്. അതിന് തിരിച്ച്, അതായത് വി തലതിരിച്ച് എഴുതുന്ന ആ ഒരു രീതിയിലാണ് എഴുതേണ്ടിയിരുന്നത്. അതിലെ ഒരു തെറ്റ് പറ്റിയതാണ്, സോറി. അപ്പോഴേ നോക്കുക, ട്രൂത്ത് വാല്യൂ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. ഐ വിൽ ബൈ എ കാർ എന്നുള്ളത് ട്രൂ ആണ്. ഐ വിൽ ബൈ എ ബൈക്ക് എന്നുള്ളതും ട്രൂ ആണ്. അപ്പോഴെന്താണ്? ഐ വിൽ ബൈ എ കാർ ഓർ ബൈക്ക് എന്നുള്ളത് ഷുവർ ആയിട്ടും ട്രൂ ആണല്ലോ. ഏതെങ്കിലും ഒന്ന് വാങ്ങിയാൽ, ഞാനിത് രണ്ടും വാങ്ങുന്നുണ്ട്, അപ്പോ ഏതെങ്കിലും ഒന്ന് വാങ്ങും എന്നുള്ളത് ഉറപ്പായിട്ടും ശരിയാണ്. ഇനി ഐ വിൽ ബൈ എ കാർ എന്നുള്ളത് ട്രൂ ആണ്. ഐ വിൽ ബൈ എ ബൈക്ക് എന്നുള്ളത് ഫാൾസ് ആണ്. ഞാൻ ബൈക്ക് വാങ്ങുന്നില്ല, കാറേ വാങ്ങുന്നുള്ളൂ അല്ലെ? അപ്പോ അങ്ങനെ ആയാലും അറ്റ്ലീസ്റ്റ് വൺ വാങ്ങുന്നുണ്ടല്ലോ, ഉണ്ട്, ശരിയാണ്. ഏറ്റവും കുറഞ്ഞ ഒന്ന് വാങ്ങുന്നുണ്ട്. ഇനി ഐ വിൽ ബൈ എ കാർ എന്നുള്ളത് ഫാൾസ്. ഐ വിൽ ബൈ എ ബൈക്ക് എന്നുള്ളത് ട്രൂ. അവിടെയും അറ്റ്ലീസ്റ്റ് ഒന്ന് വാങ്ങുന്നുണ്ട്, ബൈക്ക് വാങ്ങുന്നുണ്ട്. അപ്പോ ഐ വിൽ ബൈ എ കാർ ഓർ എ ബൈക്ക് എന്നുള്ളത് ട്രൂ ആണ്. ഇനി ഐ വിൽ ബൈ എ കാർ എന്നുള്ളത് തെറ്റാണ്. ഞാനത് വാങ്ങുന്നില്ല. ബൈക്ക് വാങ്ങുന്നുണ്ടോ? അതും വാങ്ങുന്നില്ല. അപ്പോ അറ്റ്ലീസ്റ്റ് വാങ്ങുന്നുണ്ടോ? ഏറ്റവും കുറഞ്ഞത് ഒന്ന് വാങ്ങുന്നുണ്ടോ? ഇല്ല, ഒന്ന് പോലും വാങ്ങുന്നില്ല. അപ്പോ ഈ സ്റ്റേറ്റ്മെന്റ് ഐ വിൽ ബൈ എ കാർ ഓർ എ ബൈക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നോക്കാം. കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഫോർ ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് negation of P naught and Q naught. negation of P naught and Q naught. ആദ്യം നമ്മൾ എന്ത് കാണണം? അപ്പോ P naught and Q naught കാണണം, എന്നിട്ട് അതിന്റെ നെഗേഷൻ കാണണം. അതാണ് അതിന്റെ ക്രമം. ആദ്യം P എഴുതുക, പിന്നെ Q എഴുതുക, പിന്നെ അതിന്റെ നെഗേഷൻ എഴുതുക, പിന്നെ P naught and Q naught കാണുക, അതിന്റെ നെഗേഷൻ എഴുതുക. ഈ രീതിയിലാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുന്നത്. നോക്കാം. ആദ്യം പിയും ക്യൂയും എഴുതുന്നു. അതിൻ്റെ അകത്ത് ആദ്യം ഫില്ല് ചെയ്യുന്നത് ക്യൂ എന്ന കോളമാണ്. ഒരു ട്രൂ ഒരു ഫോൾസ്, ഒരു ട്രൂ ഒരു ഫോൾസ്. പി എന്നത് 2 ട്രൂ 2 ഫോൾസ് എന്നുള്ള ഓർഡറിൽ എഴുതുന്നു. ഇനി അതിന്റെ പിയുടെ നെഗേഷൻ ആണ് നമ്മൾ കാണുന്നത്. പിയുടെ നെഗേഷൻ, പി എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പി നോട്ട്. അപ്പോ പി ട്രൂ ട്രൂ ഫോൾസ് ഫോൾസ് ആവുമ്പോ പി നോട്ട് എന്നത് ഫാൾസ് ഫാൾസ് ട്രൂ ട്രൂ
എന്നാവും. കറക്റ്റ് ആണല്ലോ. ഇനി ക്യൂ നോട്ട്, ക്യൂവിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആണെന്ന് നമുക്കറിയാം. ഇന്റർചേഞ്ച്, എല്ലാ ട്രൂവിനെയും ഫാൾസ് ആക്കി എഴുതുക, എല്ലാ ഫാൾസിനെയും ട്രൂ ആക്കി എഴുതുക. അപ്പൊ ഇവിടെ ട്രൂ എന്നത് ഇവിടെ ഫാൾസ് ആകും, ഇവിടെ ഫാൾസ് എന്നത് ഇവിടെ ട്രൂ ആകും, ഇവിടെ ട്രൂ എന്നത് ഇവിടെ ഫാൾസ് ആകും, ഇവിടെ ഫാൾസ് എന്നത് ഇവിടെ ട്രൂ ആകും. ഓക്കെ, അതും എഴുതി. ഇനി ഇത് രണ്ടും കണ്ടു, പി നോട്ടും കണ്ടു, ക്യൂ നോട്ടും കണ്ടു. ഇനി അതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ടാക്കാം. എന്ത്? പി നോട്ട് ആൻഡ് ക്യൂ നോട്ട്, പി നോട്ട് ആൻഡ് ക്യൂ നോട്ട്. അപ്പൊ ആൻഡ് എന്നതാണ്, ആൻഡ് എന്നത് രണ്ടും ട്രൂ ആവണം അല്ലെ. അപ്പോ പി നോട്ട് എന്നത് ഫാൾസ് ആണ്, ക്യൂ നോട്ട് എന്നതും ഫാൾസ് ആണ്. അപ്പോ ആൻഡ് എന്നതില് ട്രൂ ആവുമോ? ആവില്ല. രണ്ടും ട്രൂ ആയാൽ മാത്രമേ എന്താവുള്ളൂ, ഒരു ആൻഡ് ഉപയോഗിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ട്രൂ ആവുള്ളൂ. ഇവിടെ രണ്ടും ട്രൂ ആവുന്നുണ്ടോ? രണ്ടും ഫാൾസ് ആണ്. ഇവിടെയോ രണ്ടും ട്രൂ ആവുന്നുണ്ടോ? ഇല്ല. ഒന്ന് ഫാൾസ്, രണ്ടാമത്തത് ട്രൂ, അപ്പൊ അതും ഫാൾസ് ആണ്. ഇവിടെയോ ഒന്നാമത്തത് ട്രൂ, രണ്ടാമത്തത് ഫാൾസ്, അപ്പൊ അത് ഫാൾസ് ആണ്. ഇനി ഇവിടെയോ പി നോട്ട് എന്നത് ട്രൂ ആണ്, ക്യൂ നോട്ട് എന്നതും ട്രൂ ആണ്. അപ്പോ പി നോട്ട് ആൻഡ് ക്യൂ നോട്ട് എന്നത് ട്രൂ ആണ്, ആൻഡ് ആയതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അതിന്റെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, അതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, നെഗേഷൻ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എന്ന് ഓർക്കണം. ഇവിടെ ഫാൾസ് ആണ്, ഇവിടെ ട്രൂ ആണ്. ഇവിടെ ഫാൾസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് ട്രൂ ആണ്. ഇവിടെ ഫാൾസ് ആണ്, അതിന്റെ ഓപ്പോസിറ്റ് നെഗേഷൻ ട്രൂ ആണ്. ഇവിടെ ട്രൂ ആണ്, അതിന്റെ ഓപ്പോസിറ്റ് നെഗേഷൻ ഫാൾസ് ആണ് അല്ലെ. അപ്പോ ഈ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ ഇതാണ്. അത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അതൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിലോ നോക്കാം. പി എന്നതിന് പകരം നമ്മൾ പറയുന്നു ബുക്ക് ഈസ് റെഡ്, പുസ്തകം ചുവന്നതാണ്. ക്യൂ എന്നതിന് പകരം നമ്മൾ പറയുന്നു പെൻ ഈസ് ബ്ലാക്ക്, പെന്ന് കറുത്തതാണ്. അപ്പൊ അതിന്റെ പി നോട്ട് എന്നതിന്റെ മീനിങ് എന്തായിരിക്കും? ബുക്ക് ഈസ് നോട്ട് റെഡ്. ഇനി ക്യൂ നോട്ടിന്റെ മീനിങ് എന്തായിരിക്കും? പെൻ ഈസ് നോട്ട് ബ്ലാക്ക്. ഓക്കെ, ഇനി അടുത്തത് പി നോട്ട് ആൻഡ് ക്യൂ നോട്ട് എന്നതിന്റെ മീനിങ് എന്തായിരിക്കും? ബുക്ക് ഈസ് നോട്ട് റെഡ് ആൻഡ് പെൻ ഈസ് നോട്ട് ബ്ലാക്ക്. ക്ലിയർ ആണല്ലോ. ഇനിയോ ഈ പറഞ്ഞത് തെറ്റാണെന്നാണ് അടുത്തതിൽ പറയുന്നത്. അതായത് ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ബുക്ക് ഈസ് നോട്ട് റെഡ് ആൻഡ് പെൻ ഈസ് നോട്ട് ബ്ലാക്ക്. അതായത് യഥാർത്ഥത്തില് ബുക്ക് ഈസ് റെഡ് ആൻഡ് പെൻ ഈസ് ബ്ലാക്ക് എന്നുള്ളതാണ് ട്രൂ എന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത് അല്ലെ. ഓക്കെ, ഇനി ഇത് എക്സാമ്പിളിലൂടെ ശരിയാണ് എന്ന് ഇപ്പോ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ ടേബിളിനെ എക്സാമ്പിളിലൂടെ ക്ലിയർ ചെയ്യുകയാണ്. ബുക്ക് ഈസ് റെഡ് ട്രൂ ആണ്. അപ്പോ ബുക്ക് ഈസ് നോട്ട് റെഡ് എന്നത് ഫാൾസ് ആണ്. ബുക്ക് ഈസ് റെഡ് എന്നുള്ളത് ഇവിടെയും ട്രൂ ആണ്. ബുക്ക് ഈസ് നോട്ട് റെഡ് എന്നുള്ളത് ഫാൾസ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് എഴുതുന്നത്. ഇവിടെ ബുക്ക് ഈസ് റെഡ് എന്നത് ഫാൾസ് ആണ്, അതുകൊണ്ട് തന്നെ ബുക്ക് ഈസ് നോട്ട് റെഡ് എന്നത് ട്രൂ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ക്യൂ പെൻ ഈസ് ബ്ലാക്ക് എന്നത് ട്രൂ ആണ്, അതുകൊണ്ട് പെൻ ഈസ് നോട്ട് ബ്ലാക്ക് എന്നുള്ളത് ഫാൾസ് ആണ്. ഇവിടെ ഫാൾസ് ആണ്, ഇവിടെ ട്രൂ ആണ്. ഇവിടെ ട്രൂ ആണ്, ഇവിടെ ഫാൾസ് ആണ്. ഇവിടെ ഫാൾസ്, അടുത്തത് ഇവിടെ നോട്ട് എന്നുള്ളത് ട്രൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആണ്. ഇനി ബുക്ക് ഈസ് നോട്ട് റെഡ് ആൻഡ് പെൻ ഈസ് നോട്ട് ബ്ലാക്ക്. നോക്കുകയാണ്. ബുക്ക് ഈസ് നോട്ട് റെഡ് ഫാൾസ് ആണ്, ബുക്ക് റെഡ് തന്നെയാണ്, അതുകൊണ്ട് ബുക്ക് ഈസ് നോട്ട് റെഡ് എന്നത് ഫാൾസ് ആണ്. പെൻ ഈസ് നോട്ട് ബ്ലാക്ക് എന്നുള്ളതും ഫാൾസ് ആണ്. പെൻ ഈസ് നോട്ട് ബ്ലാക്ക് എന്നുള്ളത് ഫാൾസ് ആണ്, അതായത് പെൻ ഈസ് ബ്ലാക്ക് എന്നാണ് അർത്ഥം. സോ ബുക്ക് ഈസ് നോട്ട് റെഡ് ആൻഡ് പെൻ ഈസ് നോട്ട് ബ്ലാക്ക് എന്നുള്ളത് ഫാൾസ് ആണ്. ഓക്കെ, ഇവിടെ രണ്ടും ട്രൂ അല്ല, അപ്പോ ഇത് ട്രൂ ആവില്ലല്ലോ, ഇല്ല. ഇനി അടുത്തത് ഇവിടെ ഒന്ന് ട്രൂ ആണ്,
പെൻ ഈസ് നോട്ട് ബ്ലാക്ക് എന്നുള്ളത് ട്രൂ ആണ്. പക്ഷെ ഇത് രണ്ടും ട്രൂ ആവുമോ? കാരണം ബുക്ക് ഈസ് നോട്ട് റെഡ് എന്നുള്ളത് ഫാൾസ് ആയിരിക്കുമ്പോ ഇത് രണ്ടും ട്രൂ ആണ് എന്ന കാര്യം പറയാൻ പറ്റുമോ? ഇല്ല. ദെൻ ബുക്ക് ഈസ് നോട്ട് റെഡ് എന്നുള്ളത് ട്രൂ ആണ്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആയി. ഇവിടെ ഇത് ട്രൂ ആണ്, ഇത് ഫാൾസ് ആണ്. എങ്കിലും ആൻഡ് എന്ന് ചേർത്തത് കൊണ്ട് രണ്ടും ട്രൂ ആവണം. അതാവുന്നില്ല. ഇവിടെ രണ്ടും ട്രൂ ആണ്. നോക്കുക, ബുക്ക് ഈസ് നോട്ട് റെഡ് എന്നുള്ളത് ശരിയാണ്, ബുക്ക് ഈസ് നോട്ട് ബ്ലാക്ക് എന്നുള്ളതും ശരിയാണ്. ആ രണ്ട് സാധ്യതയും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ബുക്ക് ഈസ് നോട്ട് റെഡ് ആൻഡ് പെൻ ഈസ് നോട്ട് ബ്ലാക്ക് എന്നുള്ളത് ശരി തന്നെയാണ്. ഓക്കെ, ഒന്നാമത്തതും ശരിയാണ്, രണ്ടാമത്തതും ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ആൻഡ് ചേർത്ത് പറയുമ്പോൾ രണ്ടും ശരിയായിരിക്കും. ഇനി ഇപ്പൊ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ എന്നാണ് പറയുന്നത്. നോക്കുക, നെഗേഷൻ, അതിന്റെ നെഗേഷൻ ആണ് അടുത്തതിൽ പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ബുക്ക് ഈസ് നോട്ട് റെഡ് ആൻഡ് പെൻ ഈസ് നോട്ട് ബ്ലാക്ക്. അതായത് ഈ സെന്റൻസിൽ പറഞ്ഞ കാര്യങ്ങള് തെറ്റാണ് എന്നാണ് പറയുന്നത്. അത് ശരിയാവണമെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇവിടെ വരേണ്ടത്, അല്ലെ? നെഗേഷൻ ഫാൾസ് ആണ് ഇവിടെ. അതുകൊണ്ട് അതിന്റെ പറഞ്ഞ കാര്യം തെറ്റാണ് എന്നുള്ള കാര്യം ശരിയാവണമെങ്കിൽ എന്താവണം? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആവണം, ട്രൂ. ഫാൾസ് ട്രൂ, ഇവിടെ ഫാൾസ്, ഇവിടെ ട്രൂ. ഇവിടെ ട്രൂ ആണ്, അപ്പൊ ഇവിടെ ഫാൾസ് ആണ്. ഇത് ക്ലിയർ ആണല്ലോ? ഈ രീതിയിലാണ് നമ്മൾ ഈ ട്രൂത്ത് ടേബിള് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിള്. കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഓഫ് ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് P and Q and not P. P and Q and not P. ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം P അതിന്റെ പോസിബിൾ ഔട്ട്കം എഴുതണം, Q അതിന്റെ പോസിബിൾ ഔട്ട്കം എഴുതണം, P and Q കാണണം, അതിന്റെ ഔട്ട്കം എഴുതണം. അതുപോലെ തന്നെ ഇവിടെ പി നോട്ട് കാണാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് അതും എഴുതണം. ഇനി അതിന്റെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ഏറ്റവും ഫൈനൽ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? പി ആൻഡ് ക്യൂ നോട്ട് പി ആൻഡ് ക്യൂ ആൻഡ് നോട്ട് പി എന്നാണ് അത് വായിക്കേണ്ടത്. പി ആൻഡ് ക്യൂ ആൻഡ് നോട്ട് പി, അല്ലെങ്കിൽ നെഗേഷൻ പി. അപ്പോ ആദ്യം നമ്മൾ പി എന്നതിന്റെ ഔട്ട്കം എഴുതുന്നു, ക്യൂ എന്നതിന്റെ ഔട്ട്കം എഴുതുന്നു. ഒരു ട്രൂ ഒരു ഫാൾസ്, ഒരു ട്രൂ ഒരു ഫാൾസ്. ക്യൂ എന്നതിന്റെ ഔട്ട്കം എഴുതുന്നു, രണ്ട് ട്രൂ രണ്ട് ഫാൾസ്. ക്ലിയർ ആണല്ലോ? ഇനി ആൻഡ് വരുമ്പോൾ നമുക്കറിയാം രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ ട്രൂ ആവുള്ളൂ. അപ്പൊ രണ്ടും ട്രൂ ആണോ എന്ന് ആദ്യം നോക്കുന്നു. ആണെങ്കിൽ ട്രൂ എന്ന് എഴുതുന്നു, ബാക്കിയെല്ലാം ഫാൾസ് എന്ന് എഴുതുന്നു. അപ്പൊ ഇനി എഴുതുമ്പോൾ ഈ രീതിയിൽ മാത്രം നോക്കി സ്പീഡിൽ പോകാം. ആദ്യം ആൻഡ് ആണെങ്കിൽ രണ്ടും ട്രൂ ആണോ എന്ന് നോക്കുന്നു, ട്രൂ എന്ന് എഴുതുന്നു. അല്ല എങ്കിൽ ബാക്കിയെല്ലാം ഫാൾസ് ആണ്. കാരണം ഏതെങ്കിലും ഒന്ന് ട്രൂ ആയിട്ടോ അല്ലെങ്കിൽ രണ്ടും ഫാൾസ് ആയിട്ടോ കാര്യമില്ല. ഓക്കെ, ദെൻ പി നോട്ട്, അത് നമുക്കറിയാം പിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് ട്രൂ രണ്ട് ഫാൾസ് ആണ്. അപ്പൊ രണ്ട് ഫാൾസ് രണ്ട് ട്രൂ എന്ന് എഴുതുന്നു, ഓപ്പോസിറ്റ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ്? പി ആൻഡ് ക്യൂ ആൻഡ് പി നോട്ട്. അപ്പൊ പി ആൻഡ് ക്യൂ എന്ന കോളം ഇവിടെയുണ്ട്, പി നോട്ട് എന്ന കോളം ഇവിടെയുണ്ട്. ഇതിനെ രണ്ടിന്റെയും കോമ്പിനേഷൻ ആൻഡ് ഉപയോഗിച്ചുള്ള കോമ്പിനേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ആൻഡ് ആവണമെങ്കിൽ ആദ്യം നമുക്ക് ആൻഡ് എന്നുള്ളത് ട്രൂ ആവണമെങ്കിൽ നമുക്കറിയാം രണ്ടും ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവുള്ളൂ. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും രണ്ടും ട്രൂ ആവുന്നുണ്ടോ നോക്കുക, ഇല്ല. അപ്പൊ എല്ലാം ഫാൾസ് ആണ് എന്ന അർത്ഥം. ഓക്കെ, എല്ലാം ഫാൾസ് ആണെങ്കിൽ അത് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് അറിയാം, അല്ലെ? എല്ലാം ഫാൾസ് ആവുന്ന സമയത്ത് അതിനെ കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് എന്നും എല്ലാം ട്രൂ ആവുന്ന സമയത്ത് അതിനെ ടോട്ടോളജി എന്നുമാണ് പറയുക എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോ ഇത് ക്ലിയർ ആണല്ലോ? ആണ്. ദെൻ അടുത്തത് കൺസ്ട്രക്ട് ദ ട്രൂത്ത് ടേബിൾ ഫോർ ദ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് negation of P naught or Q naught. Negation of P naught or Q naught. അപ്പൊ നമുക്കറിയാം ആദ്യം എഴുതേണ്ടത് പി ക്യൂ, പിന്നെ പി നോട്ട് വേണം, ക്യൂ നോട്ട് വേണം, പിന്നെ പി നോട്ട് ഓർ ക്യൂ നോട്ട് വേണം, പിന്നെ അതിന്റെ നെഗേഷൻ വേണം.
ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ക്യൂ എഴുതുന്നു, ഒരു ട്രൂ ഒരു ഫാൾസ്, ഒരു ട്രൂ ഒരു ഫാൾസ്. അടുത്തത് പി എഴുതുന്നു, 2 ട്രൂ 2 ഫാൾസ്. ദെൻ പി നോട്ട് എഴുതുന്നു, പിയുടെ ഓപ്പോസിറ്റ് 2 ട്രൂ 2 ഫാൾസ് ആണ്. അതുകൊണ്ട് പി നോട്ട് 2 ഫാൾസ് 2 ട്രൂ ഓർഡറിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതുന്നു. ഇനി ക്യൂ നോട്ട് എന്താണ്? ഒരു ട്രൂ ഒരു ഫാൾസ്. അപ്പോ ഒരു ഫാൾസ് ഒരു ട്രൂ, ഒരു ഫാൾസ് ഒരു ട്രൂ. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ട്രൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ഫാൾസ്, ഫാൾസിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രൂ എന്നുള്ള രീതിയിൽ കറക്റ്റ് ഓർഡറിൽ എഴുതുന്നു. ഇനി പി നോട്ട് ഓർ ക്യൂ നോട്ട് ഓർ ആണ്. ഓർ ആവണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ ട്രൂ ആണ്. അപ്പൊ നോക്കുക, പിയും പി നോട്ടും ക്യൂ നോട്ടും ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ 2 കോളാണ്, അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ട്രൂ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ട്രൂ എഴുതാം. പി നോട്ട് ഫാൾസ് ആണ്, ക്യൂ നോട്ട് ട്രൂ ആണ്, അല്ലെ? അപ്പൊ രണ്ടും ഫാൾസ് ആകുമ്പോ നമുക്ക് ഫാൾസ് ആണ്, ബാക്കി എല്ലാം ട്രൂ ആയിരിക്കും. രണ്ടും ഫാൾസ് ആകുന്ന ഒറ്റൊരു കേസ് ആണുള്ളത്, അത് ഫാൾസ് ആണ്, ബാക്കി എല്ലാം ട്രൂ ആയിരിക്കും. കാരണം ബാക്കി എല്ലാറ്റിലും അറ്റ്ലീസ്റ്റ് ഒരു ട്രൂ ഉണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ? ആണ്. ഇനി ഇതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ഫാൾസിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രൂ, ട്രൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ഫാൾസ്, ട്രൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ഫാൾസ്, അത് തന്നെ വീണ്ടും. അപ്പൊ ഇതാണ് ഈ ഒരു കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ഫൈനൽ ട്രൂത്ത് വാല്യൂ. അപ്പൊ ഇത് ട്രൂവും ഫാൾസും ഇടകലർന്നിട്ടാണ് വരുന്നത്, അല്ലെ? ഫുള്ളി അങ്ങനെയല്ല, മിക്സഡ് ആയിട്ടല്ല. ഒരു ട്രൂവും 3 ഫാൾസും ഉണ്ട്, അതായത് ട്രൂ ഉണ്ട് ഫാൾസും ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്തത്, സപ്പോസ് പി ഈക്വൽ ടു സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് വെരി ഗുഡ് ദിസ് ഇയർ. പി എന്നതിന്റെ മീനിങ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് വെരി ഗുഡ് ദിസ് ഇയർ. ഇനി ക്യൂവിന്റെ മീനിങ് എന്താണ്? റിവേഴ്സ് ആർ റൈസിങ്. റിവേഴ്സ് ആർ റൈസിങ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വാട്ട് ഫോർ പി ആൻഡ് ക്യൂ നോട്ട്? പി ആൻഡ് ക്യൂ നോട്ട് എന്നതിന്റെ മീനിങ് എന്തായിരിക്കും? അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നെഗേഷൻ ഓഫ് പി നോട്ട് ഓർ ക്യൂ നോട്ട്. അതിന്റെ മീനിങ് എന്തായിരിക്കും? അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് വെരി ഗുഡ് ദിസ് ഇയർ. അപ്പൊ അതിന്റെ നോട്ട് പറയുന്നുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് നോട്ട് വെരി ഗുഡ് ദിസ് ഇയർ എന്നാണ് മീനിങ്. ഇനി ക്യൂവിന്റെ നോട്ട് പറയുമ്പോ റിവേഴ്സ് ആർ നോട്ട് റൈസിങ് എന്നാണ്, അല്ലെ? ഇത് ക്യൂ ആണ്, ഇത് പി ആണ്. അപ്പൊ ആദ്യത്തേതിനെ നോക്കാം, പി ആൻഡ് ക്യൂ നോട്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് വെരി ഗുഡ് ദിസ് ഇയർ ആൻഡ് എന്തല്ല, റിവേഴ്സ് ആർ നോട്ട് റൈസിങ്. ഇത്ര മാത്രമേ ഉള്ളൂ അതിന്റെ മീനിങ്. വളരെ സിമ്പിൾ ആണ്. ഇനി രണ്ടാമത്തതിന്റെ കാര്യം എന്താണ്? പി നോട്ട് ഓർ ക്യൂ നോട്ട്. പി നോട്ട് ഓർ ക്യൂ നോട്ട്. അപ്പൊ പി നോട്ട് ഓർ ക്യൂ നോട്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൗത്ത് വെസ്റ്റ് മൺസൂൺ ഈസ് നോട്ട് വെരി ഗുഡ് ദിസ് ഇയർ എന്നായിരിക്കുമല്ലോ. ആണ്. അതുപോലെ തന്നെ എന്തുവാണ്? റിവേഴ്സ് ആർ നോട്ട് റൈസിങ് എന്നാണല്ലോ. അപ്പൊ രണ്ടും നോട്ടാണ്. അപ്പം neither south west monsoon is very good this year nor rivers are rising എന്നാണ് ഇതിന്റെ മീനിങ് വരിക. ഇനി ഇതിന് ശേഷമാണ് നെഗേഷൻ ഓഫ് പി നോട്ട് ഓർ ക്യൂ നോട്ട് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം തെറ്റാണ്. എന്ത്? ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് neither southwest monsoon are very good this year nor rivers are rising. അപ്പൊ ഈ പറഞ്ഞ കാര്യം neither southwest monsoon are very good this year nor rivers are rising എന്നുള്ളത് നോട്ട് ട്രൂ ആണ്, തെറ്റാണ് എന്നാണ് അതിന്റെ നെഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടി. If P stands for he is honest. P എന്നതിന്റെ മീനിങ് he is honest. Q എന്നത് he is hard working എന്നാണ്. അങ്ങനെയാണെങ്കിൽ
ഇതിന്റെ മീനിങ് നോക്കാം. പി നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ, അതായത് ഹീസ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹോണസ്റ്റ് എന്നുള്ളത് നോട്ട് ട്രൂ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് പി ആൻഡ് ക്യൂ എന്നത് ആദ്യം നമ്മൾ കണ്ടെത്തണം. പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹീസ് ഹോണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഹീസ് ബോത്ത് ഹോണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. ഇനി അതിന്റെ നെഗേഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് നോട്ട് ട്രൂ ദാറ്റ് ഹീസ് ബോത്ത് ഹോണസ്റ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് എന്നായിരിക്കുമല്ലോ. ക്ലിയർ ആണല്ലോ. ദെൻ പി ഓർ ക്യൂ എന്നതിന്റെ അടുത്ത് നോക്കാം. പി ഓർ ക്യൂ എന്ന് പറഞ്ഞാൽ ഹീസ് ഹോണസ്റ്റ് ഓർ ഹാർഡ് വർക്കിംഗ്. ഒന്നുകിൽ ഹോണസ്റ്റ് അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ്, രണ്ടും അല്ല അയാള്. അല്ലെങ്കിൽ രണ്ടും ആയിരിക്കാം, നമുക്ക് അറിയില്ല. രണ്ടും ആയാലും കുഴപ്പമില്ല. ഇനി നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്നത് എന്തായിരിക്കും? ഹീസ് നൈദർ ഹോണസ്റ്റ് നോർ ഹാർഡ് വർക്കിംഗ്. അയാൾ രണ്ടും അല്ല എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് പി ഓർ ക്യൂ എന്നതിന്റെ നെഗേഷൻ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നത്. ഹി ഈസ് നൈദർ ഓണസ്റ്റ് നോർ ഹാർഡ് വർക്കിംഗ്. ദെൻ അടുത്തത് ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ്സ്. ഇക്വിവാലന്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്? ഈ ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒന്നുമല്ല, സർവസമമാണ് എന്ന് വെച്ചാൽ അത് തന്നെയാണ് ഇത്, മാറ്റമൊന്നുമില്ല അല്ലെ. ടു സ്റ്റേറ്റ്മെന്റ്സ് ആർ സെറ്റ് ടു ബി ഈക്വലന്റ് ഇഫ് ദേ ഹാവ് സെയിം ട്രൂത്ത് വാല്യൂസ്. അതിന്റെ ട്രൂത്ത് വാല്യൂസില് മാറ്റമൊന്നുമില്ല അല്ലെ. ഒരേ ട്രൂത്ത് വാല്യൂ ഉള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കണ്ടു കഴിഞ്ഞാൽ അത് ഈക്വലന്റ് ആണ് എന്ന് പറയും. ഫോർ ഓൾ ലോജിക്കൽ പോസിബിലിറ്റീസ്, എല്ലാ ലോജിക്കൽ പോസിബിലിറ്റീസിലും ഒരേ ട്രൂത്ത് വാല്യൂ, അതായത് ഇവിടെ ട്രൂത്ത് വാല്യൂ ആണ് ട്രൂ ആണെങ്കിൽ അപ്പുറത്തും ട്രൂ, അതേ സെയിം പൊസിഷനിൽ രണ്ട് സെന്റൻസിലും രണ്ട് സ്റ്റേറ്റ്മെന്റിലും ട്രൂത്ത് വാല്യൂ ട്രൂ ആയിരിക്കണം. ഇനി ഒരു സ്ഥലത്ത് ഫാൾസും മറ്റൊരു സ്ഥലത്ത് ട്രൂ ആണെങ്കിൽ അത് ഈക്വലന്റ് ആവുമോ? ആവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സെന്റൻസുകൾ ഈക്വലന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. പ്രൂവ് ദ ഫോളോയിങ് റിലേഷൻസ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് പി ഓർ ക്യൂ നോട്ട്, പി ഓർ ക്യൂ നോട്ട് അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ ഈസ് ഈക്വലന്റ് ടു പി നോട്ട് ആൻഡ് ക്യൂ നോട്ട്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് പി നോട്ട് ആൻഡ് പി ആൻഡ് ക്യൂ നോട്ട് ഈക്വലന്റ് ഈസ് ഈക്വലന്റ് ടു പി നോട്ട് ഓർ ക്യൂ നോട്ട് എന്നാണ്. അപ്പോ നമ്മൾ ആദ്യം ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് നോക്കുമ്പോൾ പി ഓർ ക്യൂ നോട്ട്, പി ഓർ ക്യൂ നോട്ട് അത് നമ്മൾ ആദ്യം കണ്ടെത്തണം. എന്നിട്ട് രണ്ടാമത്തെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ കണ്ടെത്തണം. എന്നിട്ട് അത് രണ്ടും പരസ്പരം ചെക്ക് ചെയ്ത് നോക്കുക. അത് സെയിം വാല്യൂസ് ആണ് എല്ലാ പോസിബിൾ പ്ലേസിലും വരുന്നത് എങ്കിൽ, പോസിബിൾ ഔട്ട്കത്തിൽ എല്ലാത്തിലും സെയിം വാല്യൂ ആണ് വരുന്നത് എങ്കിൽ അത് ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം രണ്ട് ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഉള്ളത്. നമുക്കറിയാം പിയും ക്യൂവും ആണ്. ക്യൂവിൻ്റെത് എഴുതുന്നു ഒരു ട്രൂ ഒരു ഫോൾസ്, ഒരു ട്രൂ ഒരു ഫോൾസ്. പിയുടെ എഴുതുന്നു രണ്ട് ട്രൂ രണ്ട് ഫോൾസ്. ഇനി പി ഓർ ക്യൂ വരുമ്പോ അറ്റ്ലീസ്റ്റ് വൺ ട്രൂ ആയാൽ മതി നോക്കുന്നു. ഏതെങ്കിലും ഒന്ന് ട്രൂ ഉണ്ടോ? ഉണ്ട്. ഇനി രണ്ടും ഫാൾസ് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. ഏറ്റവും എളുപ്പത്തിൽ അതാണ്. രണ്ടും ഫാൾസ് ഉണ്ടെങ്കിൽ അത് ഫാൾസ്, ബാക്കിയെല്ലാം ട്രൂ ആയിരിക്കും. കാരണം ബാക്കി എല്ലാത്തിലും അറ്റ്ലീസ്റ്റ് വൺ ട്രൂ ഉണ്ടാവും. ചിലപ്പോൾ രണ്ടും ട്രൂ ഉണ്ടാവും, എന്നാലും നമ്മൾക്ക് ട്രൂ തന്നെയാണ് ആൻസർ. ഇനി അത് എഴുതുന്നു. ഇനി അതിന്റെ നെഗേഷൻ എഴുതുന്നു. പി ഓർ ക്യൂ നോട്ട്. നെഗേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ് എഴുതേണ്ടത്. അപ്പൊ ഇവിടെ ട്രൂ ഉള്ള എല്ലാം ഇവിടെ ഫാൾസ് എഴുതുന്നു, ഇവിടെ ഫാൾസ് ഉള്ള എല്ലാം ഇവിടെ ട്രൂ എഴുതുന്നു. ഇനി നമുക്ക് പി നോട്ട്, ഇവിടെ പി നോട്ട് എഴുതുന്നു. പി നോട്ട് എഴുതുക എന്ന് പറഞ്ഞാല് പിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. പി എന്താണ്? രണ്ട് ട്രൂ രണ്ട് ഫോൾസ്. പി നോട്ട് എന്താണ്? രണ്ട് ഫാൾസ് രണ്ട് ട്രൂ. അത് നേരെ ഓപ്പോസിറ്റ് എഴുതുന്നു. ഇനി അടുത്തത് ക്യൂ നോട്ട് എഴുതുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് എഴുതുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. രണ്ടാമത്തെ ഇതിന് ഈക്വൽ ആണ് എന്ന് എഴുതണമെങ്കിൽ രണ്ടാമത്തെ
കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ പി നോട്ട് നമ്മൾ ചെക്ക് ചെയ്തു. ഇനി ക്യൂ നോട്ട്. അപ്പൊ ക്യൂവിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കോളത്തിലുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആ സെയിം പൊസിഷനിൽ ഇവിടെ എഴുതിയേക്കുക. അപ്പോ ഫാൾസ് ട്രൂ എന്നായി മാറും. ഇനി ഈ രണ്ടെണ്ണം അതിന്റെ ആൻഡ് ഉപയോഗിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് അടുത്തത്. ആൻഡ് ഉപയോഗിക്കുമ്പോൾ രണ്ടും ശരിയായാൽ മാത്രമേ ട്രൂ ആവുള്ളൂ. അത് ആദ്യം ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു ട്രൂ ഉണ്ട് അല്ലെ, അതായത് രണ്ടും ഇവിടെ ട്രൂ ആണ്. പി നോട്ടും ട്രൂ ആണ്, ക്യൂ നോട്ടും ട്രൂ ആണ്. അതുകൊണ്ട് പി നോട്ട് ആൻഡ് ക്യൂ നോട്ട് ട്രൂ ആണ്. ഇനിയോ ബാക്കിയെല്ലാം ഫാൾസ് ആയിരിക്കും, കാരണം അവിടെ രണ്ടും ട്രൂ ആവുന്ന ഒരു കേസും ഇല്ല. ഏതെങ്കിലും ഒന്ന് മാത്രം, അല്ലെങ്കിൽ രണ്ടും ഫാൾസ്. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഒന്നാമത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന റിസൾട്ട്. ഇവിടെ രണ്ടാമത് കണ്ടെത്തിയിരിക്കുന്ന റിസൾട്ട്. ഒന്നാമത്തെ റിസൾട്ടില് 3 ഫാൾസ് തുടർച്ചയായിട്ട്, നാലാമത്തത് ട്രൂ. രണ്ടാമത്തെ റിസൾട്ടിലോ അതുപോലെ തന്നെ 3 ഫാൾസ് തുടർച്ചയായിട്ട്, നാലാമത്തത് ട്രൂ. അപ്പൊ ഇത് രണ്ടും ലോജിക്കൽ വാല്യൂസ് ട്രൂത്ത് സെയിം ആണ്. അപ്പൊ സെയിം ആയതുകൊണ്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്, ഈ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കേസിലുള്ള എക്സാമ്പിൾ നോക്കാം. ഏതാണ് നമുക്കോട് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്? പി ആൻഡ് ക്യൂ വിന്റെ നെഗേഷൻ അത് ഈക്വലന്റ് ടു പി നോട്ട് ഓർ ക്യൂ നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമ്മൾ രണ്ട് സൈഡിലായിട്ട് കാണണം. എന്നിട്ട് അത് ഈക്വലന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യത്തത് ക്യൂ എഴുതുന്നു, പിന്നെ പി എഴുതുന്നു. ഇനി പി ആൻഡ് ക്യൂ രണ്ടിലും ട്രൂ ഉള്ള ഏതാണ്? പി ആൻഡ് ക്യൂ ട്രൂ. അത് ട്രൂ എഴുതി, അടുത്ത എല്ലാം ഫാൾസ് എഴുതി. ഇനി പി ആൻഡ് ക്യൂ അതിന്റെ നെഗേഷൻ, അത് ഓപ്പോസിറ്റ് എഴുതി. ട്രൂ എന്നത് ഫാൾസ്, ഫാൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ, ഫാൾസിന്റെ ഓപ്പോസിറ്റ് ട്രൂ എല്ലാം എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞാല് അടുത്തത്, അപ്പൊ ഈ ഒന്നാമത്തെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി പി നോട്ടും ക്യൂ നോട്ടും കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ്, പിയുടെ ഓപ്പോസിറ്റ് ഇവിടെ എഴുതുന്നു. ഇനി ക്യൂവിന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിച്ച് കംപ്ലീറ്റ് ഇവിടെ എഴുതുന്നു അതിന്റെ ഓർഡറിൽ. ഇനി പി നോട്ട് ഓർ ക്യൂ നോട്ട്, ഓർ ആണ്, അറ്റ്ലീസ്റ്റ് 1 ട്രൂ ആവണം, എങ്കിൽ മാത്രമേ ട്രൂ ആവുള്ളൂ. അപ്പൊ രണ്ടും ഫാൾസ് ആയാലും മാത്രമേ ഫാൾസ് ആവുള്ളൂ. അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് എഴുതുന്നു. രണ്ടും ഫാൾസ് ആയിട്ടുള്ള ഒരു കേസിലാണ് അത് ഫാൾസ്, ബാക്കിയെല്ലാം ട്രൂ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു സെന്റൻസ് നമ്മൾ അതിന്റെ ഔട്ട്കം ഒന്നാമത്തെ കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ കിട്ടി, ഫാൾസ് 3 ട്രൂ. ഇവിടെയും ഫാൾസ് 3 ട്രൂ. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകള് ഈക്വലന്റ് സ്റ്റേറ്റ്മെന്റുകളാണ് എന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു. ദീസ് ആർ കോൾഡ് ഡി മോർഗൻസ് ലോ. എവിടെയോ കേട്ട് പരിചയമുണ്ട് അല്ലെ? ഡി മോർഗൻസ് ലോ ഉണ്ട്. അത് സെറ്റ് തിയറിയിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. നോക്കുക, ഈ നെഗറ്റീവ് എന്നതിന് പകരം സെറ്റ് തിയറിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കോംപ്ലിമെന്റ് എന്നാണ്. എന്നാല് ഈ ആൻഡ് എന്നുള്ളതിന് പകരം നമ്മൾ സെറ്റ് തിയറിയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഇന്റർസെക്ഷൻ എന്നാണ്. അപ്പോ ഓർ എന്നതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിയൻ എന്നാണ്. അപ്പൊ ഈ ഡി മോർഗൻസ് ലോ സെറ്റ് തിയറി പ്രകാരം എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് ഓർത്ത് നോക്കുക. പി ഇന്റർസെക്ഷൻ ക്യൂ കോംപ്ലിമെന്റ് ഈക്വൽ ടു പീക്സ് കോംപ്ലിമെന്റ് യൂണിയൻ ക്യൂസ് കോംപ്ലിമെന്റ്. ശരിയാണല്ലോ അല്ലെ? നമ്മള് നേരത്തെ പഠിച്ചിട്ടുള്ള സെയിം ഡി മോർഗൻസ് ലോ ഇവിടെ ട്രൂത്ത് ടേബിളില് മറ്റ് ചില നൊട്ടേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായിരിക്കുന്നു. ഓക്കെ, ഇനി അവസാനമായിട്ട് പ്രൂവ് ദ ഫോളോയിങ് റിലേഷൻസ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തതാണ്. അതിൽ ആദ്യത്തത് പി ഓർ ക്യൂ നോട്ട്, അതിന്റെ നെഗേഷൻ ഓഫ്
P or Q naught is equivalent to P naught and Q എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ P എഴുതണം, Q എഴുതണം, പിന്നെ P നോട്ട് കാണണം, Q നോട്ട് കാണണം, അതുപോലെ തന്നെ ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ട്രൂത്ത് വാല്യൂ കാണണം. നോക്കാം. Q ആദ്യം നമ്മൾ എഴുതുന്നു, TF P എഴുതുന്നു, 2T 2F. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ആവശ്യമുള്ളത് P നോട്ട് നമുക്ക് ആവശ്യമില്ല. എന്താണ്? Q നോട്ടാണ് അവിടെ ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ ആദ്യം Q നോട്ട് കാണുന്നു. Q നോട്ട് എന്താണ്? ട്രൂവിന്റെ ഇതിന്റെ Qന്റെ നേരെ ഓപ്പോസിറ്റ് TF ആയി മാറുന്നു, FT ആവുന്നു, TF ആവുന്നു, FT ആകുന്നു. ഓക്കെ, ഇനി P or Q നോട്ട്, P or Q നോട്ടില് നമുക്കറിയാം അത് അറ്റ്ലീസ്റ്റ് 1 ട്രൂ ആയാൽ മാത്രമേ ട്രൂ ആവുള്ളൂ. രണ്ടും ഫാൾസ് ആയാൽ ഫാൾസ് ആണ്. അപ്പോ പിയും Q നോട്ടും ആണ്. ശ്രദ്ധിക്കുക, ഇതാ ഈ ഒന്നാമത്തതും മൂന്നാമത്തതും ആയിട്ടാണ് റിലേഷൻ. അപ്പോ രണ്ടും ഫാൾസ് ആവുന്ന കേസ് ഒറ്റയൊന്നേ ഉള്ളൂ, അത് ഫാൾസ് എഴുതി വെച്ചു. ബാക്കി എവിടെയും രണ്ടും ഫാൾസ് ആവുന്നില്ല. ഓക്കെ, രണ്ടും ഫാൾസ് ആവുന്നില്ല അല്ലെ? ഇവിടുത്തെ ഈ മൂന്നാമത്തെ കേസിൽ മാത്രമേ രണ്ടും ഫാൾസ് ആവുന്നുള്ളൂ, അത് ഫാൾസ്. ബാക്കി എല്ലാറ്റിലും അറ്റ്ലീസ്റ്റ് ഒരു ട്രൂ എങ്കിലും ഉണ്ട്. അതുകൊണ്ട് ബാക്കിയെല്ലാം ട്രൂ ആണ്. ഇനി അത് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. ഇനി കാണേണ്ടത് അതിന്റെ നെഗേഷൻ ആണ്. അതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ. എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ട്രൂ കാണുന്നിടത്തെല്ലാം ഫാൾസ് ആക്കി മാറ്റി, ഫാൾസ് കാണുന്നതെല്ലാം ട്രൂ ആക്കി മാറ്റി. അപ്പോ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കോളത്തിൽ എഴുതുന്നു. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പാർട്ടാണ് ശരിയാക്കി എഴുതേണ്ടത്. അതിന് നമുക്ക് ആവശ്യം P നോട്ട് ആവശ്യമുണ്ട്, പിന്നെ Qവും ആവശ്യമുണ്ട്. Q ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, P നോട്ട് നമ്മൾ കാണണം. Pയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് P നോട്ട്. 2 ട്രൂ 2 ഫോൾസ് എന്നുള്ളത് 2 ഫോൾസ് 2 ട്രൂ എന്ന് എഴുതുന്നു. ദെൻ P നോട്ട് ആൻഡ് Q നമ്മൾ ആൻഡ് ഉപയോഗിച്ചിട്ട് ആണ് എഴുതുന്നത്. അപ്പൊ P നോട്ട് ഇവിടെയുണ്ട്, Q ഇവിടെയും ഉണ്ട് അല്ലെ? അപ്പോ ശ്രദ്ധിക്കുക, ഈ Qവും ഈ P നോട്ടും തമ്മിലാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോ ആൻഡ് ഉപയോഗിച്ചിട്ടാണ് എന്നതുകൊണ്ട് രണ്ട് സ്ഥലത്തും ട്രൂ ഉള്ളതുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ കേസിൽ നോക്കുക, ഇതാ P നോട്ടും Qവും. അപ്പൊ Qയില് ഇവിടെ ഒരു ട്രൂ ഉണ്ട്, സെയിം പൊസിഷനില് P നോട്ടിൽ ഇവിടെ ഒരു ട്രൂ ഉണ്ട്. അപ്പൊ രണ്ടും ട്രൂ ആവുന്ന കേസിൽ ട്രൂ ആണ്. ബാക്കി എല്ലാ സ്ഥലത്തും ഓരോ ട്രൂവും ഓരോ ഫോൾസും ആണ് വരുന്നത്, അല്ലെങ്കിൽ 2 ഫാൾസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ബാക്കി എല്ലാ സ്ഥലത്തും ഫാൾസ് എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? ആണ്. അപ്പൊ ഈ രീതിയിലാണ് ഒന്നാമത്തത് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇനി രണ്ടാമത്തത് എന്താണ്? നെഗേഷൻ ഓഫ് P നോട്ട് ആൻഡ് Q ഈസ് ഈക്വലന്റ് ടു P or Q നോട്ട് അല്ലെ? P or Q നോട്ടിന് ഈക്വലന്റ് ആണ് എന്നാണ് പറയുന്നത്. നോക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ കേസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള എന്തൊക്കെയാന്ന് നോക്കുക. P ആവശ്യമുണ്ട്, Q ആവശ്യമുണ്ട്, പിന്നെ P നോട്ട് ആവശ്യമുണ്ട്. Q നോട്ട് ആവശ്യമുണ്ടോ? ഇല്ല, പക്ഷെ അത് രണ്ടാമത്തതിന് ആവശ്യമുണ്ട്. അത് നമ്മൾ ആദ്യമേ കണ്ടുവച്ചാലും കുഴപ്പമില്ല, ആ സമയത്ത് കണ്ടാലും കുഴപ്പമില്ല. ഓക്കെ ദെൻ Q ആദ്യം എഴുതി, P അടുത്തതായിട്ട് എഴുതി, P നോട്ട് എഴുതി, അതിന് Pയുടെ നേരെ ഓപ്പോസിറ്റ്, Q നോട്ട് ഓപ്പോസിറ്റ് ആയിട്ട് Qന്റെ നേരെ ഓപ്പോസിറ്റ് സിമ്പൽ ഉപയോഗിച്ചിട്ട് ട്രൂ എല്ലാം ഫാൾസ് ആക്കി, ഫാൾസ് എല്ലാം ട്രൂ ആക്കി എഴുതി. അടുത്തത് P നോട്ട് ആൻഡ് Q. P നോട്ട് ഏതുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്? Qവുമായിട്ടാണ്. അപ്പൊ ഈ 2 കോളവുമായിട്ടാണ്. ഈ 2 കോളവുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ആൻഡ് ആണ്, അതുകൊണ്ട് രണ്ടും ട്രൂ ആവുന്ന കേസ് ഉണ്ടോ നോക്കി ഉടൻ തന്നെ ട്രൂ എഴുതി, ബാക്കിയെല്ലാം ഫാൾസ് എഴുതി. ഇനി P നോട്ട് ആൻഡ് Qവിന്റെ നെഗേഷൻ ആണ് നമുക്ക് അടുത്ത് എഴുതേണ്ടത്.
അപ്പൊ പി നോട്ട് ആൻഡ് ക്യൂ നമ്മൾ കണ്ടു. അതിന്റെ നെഗേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോ 2F 2 ട്രൂ ആയി മാറി, അടുത്തത് ട്രൂ ഫാൾസ് ആയി, അടുത്ത ഫാൾസ് ട്രൂ ആയി. ഓപ്പോസിറ്റും നമ്മൾ എഴുതി. ഇനി അടുത്തത് എന്താണ് ഈക്വലന്റ് ആയിട്ട് പ്രൂവ് ചെയ്യേണ്ടത്? പി ഓർ ക്യൂ നോട്ട് ആണ് അല്ലെ? പി ഓർ ക്യൂ നോട്ട്. അപ്പൊ പി ഇവിടെയുണ്ട്, ഇനി ക്യൂ നോട്ട് എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ഒന്നാമത്തെ കോളവും നാലാമത്തെ കോളവും. അപ്പൊ പി ഓർ ക്യൂ നോട്ട്. ഓർ വരുന്ന സമയത്ത് രണ്ടും തെറ്റായാൽ മാത്രമേ തെറ്റാവുള്ളൂ അല്ലെ? രണ്ടും തെറ്റായി പോയാൽ മാത്രമേ തെറ്റാവുള്ളൂ. അറ്റ്ലീസ്റ്റ് 1 ട്രൂ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അറ്റ്ലീസ്റ്റ് 1 ട്രൂ ആയി കഴിഞ്ഞാൽ ട്രൂ ആവും. അപ്പൊ രണ്ടും തെറ്റാവുന്നത് പി ഓർ ക്യൂ നോട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. എവിടെയാണുള്ളത്? രണ്ടും തെറ്റാവുന്ന കേസില് ഇതാ മൂന്നാമത്തെ കേസില് പി ഫാൾസ് ആണ്, ക്യൂ നോട്ട് ഫാൾസ് ആണ്. അപ്പോ ആ കേസില് നോക്കുക, നമ്മള് ഫാൾസ് എഴുതി വെച്ചു. ബാക്കി എല്ലാ കേസിലും അറ്റ്ലീസ്റ്റ് 1 ട്രൂ ഉണ്ട്, അല്ലെങ്കിൽ ഓക്കെ അറ്റ്ലീസ്റ്റ് ഒരു ട്രൂ ഉണ്ട് അല്ലെ? അപ്പോ ബാക്കിയെല്ലാം ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ ഓറില് അറ്റ്ലീസ്റ്റ് 1 ട്രൂ ആണെങ്കിലും ട്രൂ ആണ്. ഓക്കെ, അപ്പോ ഈ 2 സെന്റൻസുകള് അല്ലെങ്കിൽ 2 കോമ്പൗണ്ട് സ്റ്റേറ്റ്മെന്റുകള് പരസ്പരം ഈക്വലന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി എക്സാമ്പിൾ 3ഉം എക്സാമ്പിൾ 7ഉം നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉള്ള സെയിം റിസൾട്ട് ആണ് ഈ സി എന്ന ക്വസ്റ്റ്യനില് ഉള്ളതിന്റെ റിസൾട്ട്. അത് ഒന്ന് നിങ്ങൾ നോക്കാതെ ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാതെ ചെയ്യുക. അതിനുശേഷം മാത്രം ആ റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് പിന്നിലേക്ക് പോയിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡിയും ഈ ഒരു ക്വസ്റ്റ്യനും നമ്മൾ എക്സാമ്പിൾ 4ന്റെയും 5ന്റെയും റിസൾട്ട് സെയിം റിസൾട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് അത് വീണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് ചെയ്യാത്തത്. ഓക്കെ, അപ്പോ അത് ചെയ്തു നോക്കുക, എന്നിട്ട് റിസൾട്ട് കറക്റ്റ് ആണ് എന്ന് ഉറപ്പിക്കുക. Then thank you for watching this class. ഇനി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത്തരത്തിലുള്ള ക്ലാസുകൾ നിങ്ങളുടെ ഒരുമിച്ച് പഠിക്കുന്ന കൂട്ടുകാർക്ക് ആവശ്യമാണ് എങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാൻ മടിക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. ഇനി അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും വണക്കം.